സിവിൽ കോഡിന് ഏത് യൂണിഫോം ഇടും? മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. യൂണിഫോം സിവിൽ കോഡ് വീണ്ടും അന്തരീക്ഷത്തിലെത്തുകയാണ്. എന്താണ് യൂണിഫോം സിവിൽ കോഡിന്റെ ആശയത്തിനു പിന്നിലെ പുതിയ രാഷ്ട്രീയം? ലിംഗ അസമത്വമാണോ? ദേശീയ ഉദ്ഗ്രഥനമാണോ? അതല്ല ഉത്തർപ്രദേശ് രാഷ്ട്രീയ നമ്പറാണോ? ചർച്ച ചെയ്യുന്നു മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമിറ്റ്. സിവിൽ കോഡിന്റെ യൂണിഫോം എന്ത്? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. പ്രോഗ്രസീവ് മുസ്ലിം വിമൻസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് VP സുഹറ, എഴുത്തുകാരനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് MS സജി, BJP സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ചേറ്റൂർ ബാലകൃഷ്ണൻ മാസ്റ്റർ, സോളിഡാരിറ്റി മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ T മുഹമ്മദ് വേളം, യമാനിയ അറബി കോളേജ് വൈസ് പ്രിൻസിപ്പൽ ശ്രീ മുഹമ്മദ് തായിബ് ഹുദവി, ഒപ്പം പൊതുജനങ്ങളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ശ്രീ മാസ്റ്ററിൽ നിന്ന് തുടങ്ങട്ടെ. കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഓർഗനൈസറിന് ഗോൾവാൾക്കർ നൽകിയതായിട്ട് പറയപ്പെടുന്ന ഒരു അഭിമുഖം അടുത്ത കാലത്ത് ഒരു മാധ്യമത്തിൽ ഒരു ലേഖന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിലൊരു വാചകം ഇതാണ്: ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം അഭികാമ്യമായി കൊള്ളണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ഭരണഘടനയാകട്ടെ ഇതര രാഷ്ട്രങ്ങളുടെ ഒരു മിശ്രിതം മാത്രമാണ്. ഭാരതീയ പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിൽ ആവിഷ്കരിക്കപ്പെട്ടതല്ല. ഇത് ആർട്ടിക്കിൾ 44 എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഗോൾവാൾക്കർ നൽകിയ മറുപടിയാണ്. ഗോൾവാൾക്കർ നിരസിച്ച ആർട്ടിക്കിൾ 44-നെ എങ്ങനെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ലോ കമ്മീഷന്റെ ഈ നിർദ്ദേശത്തിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യം, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത സമുദായങ്ങൾ, വ്യത്യസ്ത ആചാരങ്ങൾ, ഭാഷകൾ, വർഗ്ഗങ്ങൾ, ഇതെല്ലാമുള്ളൊരു രാജ്യത്ത് നമുക്ക് ക്രിമിനൽ നിയമം ഏകീകരിക്കാൻ സാധിച്ചു. അതേ രീതിയിൽ തന്നെ എല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ട്, ആരെയും അടിച്ചേൽപ്പിക്കാതെ, രാഷ്ട്രീയ സമ്മർദ്ദമില്ലാതെ, എല്ലാവരുടെയും ആശയം എടുത്തുകൊണ്ട്, നല്ല കാര്യങ്ങൾ ഏത് മതം അംഗീകരിക്കുന്നുവെങ്കിലും അല്ലെങ്കിൽ ഏത് വ്യക്തി നിയമത്തിലുണ്ടെങ്കിലും നമ്മൾ അംഗീകരിക്കണം. 44-ാം വകുപ്പിൽ അത് എഴുതി ചേർത്തു എന്നുള്ളത് കൊണ്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ പാടില്ല എന്നാണ്. അല്ല ചേറ്റൂർ, അങ്ങേക്ക് വിശ്വാസമുണ്ടോ ഇപ്പോൾ കേന്ദ്രത്തിൽ നിലവിലിരിക്കുന്ന BJP ഗവൺമെന്റ് ഇസ്ലാമിക മതവിശ്വാസികളെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുക എന്ന് അങ്ങേക്ക് വിശ്വസിക്കാൻ പറ്റും? 100%. അങ്ങനെ വന്നാലും ന്യൂനപക്ഷങ്ങൾക്ക് ഈ ഗവൺമെന്റിൽ വിശ്വാസം പൂർണ്ണമായിട്ടുമുണ്ടെന്ന് അങ്ങേക്ക്? 100%. ന്യൂനപക്ഷങ്ങളെ BJPയിൽ നകറ്റാനുള്ള തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് BJP ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമല്ല എന്ന് വരുത്തി തീർക്കുന്നത്. ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ ചർച്ചകളിൽ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റിയാണ് പ്രധാനമായും സിവിൽ കോഡിന് മുഖ്യ കാരണമായി പറഞ്ഞിരുന്നത്. ഐക്യവും അഖണ്ഡതയും ഉറപ്പിക്കാൻ, ഇൻറ്റഗ്രിറ്റി എന്ന വാക്ക് പിന്നീട് വന്നതാണെങ്കിൽ പോലും ഐക്യവും അഖണ്ഡതയും ഉറപ്പിക്കാൻ വേണ്ടിയാണ് സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടത്. ഇന്ന് BJPയുടെ വെങ്കയ്യ നായിഡുവിൻ്റെ ലേഖനത്തിൽ പറയുന്നത് ഐക്യവും അഖണ്ഡതയുമല്ല, ജെൻഡർ സെൻസിറ്റിവിറ്റിയാണ്, അഥവാ ലിംഗസമത്വം ഉറപ്പാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യത്തെ താല്പര്യം വിട്ടോ? ഐക്യം അഖണ്ഡത വിട്ടിട്ട് ജെൻഡർ ഈക്വാലിറ്റിയിലേക്ക് വന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇല്ല, ആദ്യത്തേത് വിടുന്നില്ല. ഐക്യം നിലനിർത്തോടൊപ്പം തന്നെ ദേശീയോദ്ഗ്രഥനവും ദേശീയ ബോധവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ലിംഗസമത്വവും അതിലുണ്ട്. ആർട്ടിക്കിൾ 14-15 ലിംഗസമത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. വർഗം, ജാതി, എല്ലാ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന വർഗങ്ങളെയും അത് ഏത് തരത്തിലാവട്ടെ അവിടെ ലിംഗസമത്വം വേർതിരിവില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യണം. അതേ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയും 29 മുതൽ 30 വരെയുമുള്ള ന്യൂനപക്ഷങ്ങളുടെയും മതത്തിന്റെയും അവകാശമുണ്ട്. മതത്തിൽ സംസ്കാരവും കൂടി ഉൾപ്പെടുന്നു. 25 മതത്തിന്റെ കാര്യവും മതസംരക്ഷണവും 29 സംസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാം നിലനിർത്തണം. ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ വിഭാഗത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും, കാരണം പ്രത്യേകിച്ച് മതങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമായിട്ടുള്ളത് ഈശ്വരനും ദൈവവുമായി ബന്ധപ്പെടാനുള്ള ഒരു മാർഗമാണ്. ആ മാർഗത്തിന് തടസ്സം വരാൻ പാടില്ല. നേരെ മറിച്ച് ഭൗതികമായിട്ടുള്ള അനുഭവങ്ങൾ, നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥത്തിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നത് സ്ത്രീകളുടെ അവകാശങ്ങളെ കുറച്ചുകൂടി ശക്തമാക്കും എന്ന് അഭിപ്രായമുണ്ടോ? വ്യക്തി നിയമങ്ങളെല്ലാം തന്നെ സ്ത്രീവിരുദ്ധമാണ്. സ്ത്രീവിരുദ്ധമാണ്, ലിംഗസമത്വം ഇല്ലാത്തതുമാണ്. അതുകൊണ്ട് തന്നെ അത് മുസ്ലിം വ്യക്തി നിയമം മാത്രമല്ല, ഹിന്ദു വ്യക്തി നിയമം, ക്രിസ്ത്യൻ വ്യക്തി നിയമവും എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം, പഠിച്ചിടത്തോളം വ്യക്തി നിയമത്തിൽ സ്ത്രീവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നതുപോലെ യൂണിഫോം നമ്മൾ ഒരുപാട് കാലമായിട്ട് ഈ വ്യക്തി നിയമം ക്രോഡീകരിക്കണമെന്ന് പറഞ്ഞ് നടന്നിരുന്നു. പക്ഷേ ക്രോഡീകരിക്കാനുള്ള ഒരു താല്പര്യം പോലും ഇല്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പം പേഴ്സണൽ ലോ ബോർഡ് പോലും പിന്മാറിയിരിക്കുന്നത്. അപ്പം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറയുന്നത് വ്യത്യസ്ത സംഘടനകൾ രൂപീകരിച്ച
ഒരു ബോർഡാണ്. അവർക്ക് എന്ത് പറയാനുള്ള അവകാശമുണ്ട് നാട്ടുരാജ്യങ്ങളിലെ കാര്യങ്ങൾ. അപ്പോൾ അവർ മുസ്ലിംസിൻ്റെ കാര്യങ്ങൾ പറയാനാണ് അവർ പ്രത്യേകം താല്പര്യം എടുക്കുന്നത്. പക്ഷേ ഈ നാട്ടിലുള്ളത് മുഴുവനും പുരുഷന്മാർ മാത്രമല്ല, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ സ്ത്രീകളും കോടിക്കണക്കിന് 12 കോടിയോളം എന്നാണ് ഒരു കണക്ക് പറയുന്നത്. 12 കോടിയോളം വരുന്ന മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ. ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൽ സ്ത്രീ പ്രാതിനിധ്യമുണ്ടോ? സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടെങ്കിലും ഇതൊക്കെ തന്നെ പുരുഷ കേന്ദ്രീകൃതമായ ഒരു ബോർഡാണ്. ഇവരൊക്കെ പുരുഷന്മാരെ സംരക്ഷിക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ 1-2 സ്ത്രീകൾ ഉൾപ്പെട്ടത് തന്നെ അവരുടെയും ശബ്ദം പുരുഷന്മാരുടെ ശബ്ദമാണ്. ഇത് തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞതുപോലെ അവർ പറയുന്നത് പറയാ എന്നല്ലാതെ മറിച്ച് അവർക്കൊരു അഭിപ്രായമില്ല. അതുപോലെ തന്നെ മുസ്ലിം ലീഗിലും വനിതാ സംഘടനകളുണ്ട്. അങ്ങനെ ഈ 12 കോടിയിലോളം വരുന്ന ആളുകളെ നിശബ്ദമാക്കപ്പെട്ട, ശബ്ദിക്കാൻ പറ്റാത്ത കുറേ സ്ത്രീകളുണ്ട്. ആ വിഷയം ഇവർ ഓർക്കുന്നില്ല. അപ്പം വ്യക്തി നിയമം ക്രോഡീകരിക്കാൻ പോലും തയ്യാറാവാതെ പേഴ്സണൽ ലോ ബോർഡ് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സ്ത്രീകളെ എപ്പോഴും അടിമപ്പെടുത്താം. മതത്തിൻ്റെ പേരിൽ സ്ത്രീകൾ ഇന്നും നിശബ്ദരായി ഒന്നും ശബ്ദിക്കാൻ പറ്റാതെ മുത്തലാഖ് എന്ന രീതിയിൽ 3 തലാഖ് ചൊല്ലി പുറത്തേക്ക് വിടുകയും സ്ത്രീകൾ ഈ കുട്ടികളുമായി കോടതികളിൽ ഒരു തലാഖ് ചൊല്ലിയ ഒരു സ്ത്രീ 3 കോടതികളിൽ കയറേണ്ട ആവശ്യമുണ്ട്. 3 കോടതിയിൽ കയറിയാൽ, ഒന്ന് മെയിൻ്റനൻസിന് കയറണം, വിവാഹമോചനത്തിന് കയറണം, അതുപോലെ പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൻ്റെ പ്രകാരം. അങ്ങനെ 3 കോടതികളിൽ കയറി ഇറങ്ങി അവരും കുട്ടികളുടെയും ജീവിതം തൊലയുക ചെയ്യുന്നത്. അതൊന്നും ഇവർക്കൊരു പരിഗണനയിലില്ല. മുഹമ്മദ് തൈവി, അഖില ഭാരതീയ മുസ്ലിം ആന്തോളൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കുണ്ട്. 90% അവർ സർവേ നടത്തിയതിലെ മുസ്ലിം സ്ത്രീകളും പറയുന്നു മുത്തലാഖ് ഒഴിവാക്കണമെന്ന് പറയുന്നു. നമ്മൾ മുത്തലാഖിൽ മാത്രമല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നെങ്കിലും സുഹറ അടക്കമുള്ളവർ കൃത്യമായിട്ടും ആക്ഷേപിക്കുന്നത് പോലെ സമുദായ അംഗങ്ങളെ, സ്ത്രീകളുടെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടല്ല പുനരുദ്ധാരണം നടക്കുന്നത്. ഈ മുത്തലാഖ്, ട്രിപ്പിൾ തലാഖ് എന്നൊക്കെ പറയുന്ന ഇത് സ്ത്രീകൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുന്നതിൽ ജുഡീഷ്യറിയും മീഡിയയും വിജയിച്ചിട്ടുണ്ട്. ഈ മുത്തലാഖ് എന്നുള്ളത് അത് ചൊല്ലുക, അത് എക്സിക്യൂട്ട് ചെയ്യുക വഴി നഷ്ടങ്ങൾ വരുന്നത് പുരുഷനാണ്. മുത്തലാഖിലൂടെ പുരുഷന്റെ നഷ്ടം എന്താണ്? മുത്തലാഖിലൂടെ ഇങ്ങനെ റീടേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇല്ലാതാകുന്നത്. അത് കഴിഞ്ഞാൽ ഈ ഇസ്ലാം പറയുന്നത്, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് സാധാരണ സമയങ്ങളിൽ നിങ്ങൾ 1-2 തലാഖ് ചെല്ലാൻ പാടുള്ളൂ. അത്യന്താപേക്ഷിതവും അനിവാര്യമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇസ്ലാമി ട്രിപ്പിൾ തലാഖിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറയുന്നത്. അതിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാത്തത് കൊണ്ടാണ് ഈ മഹിളാ ആന്തോളന് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴും സുഹറ ഉന്നയിച്ച പ്രധാനപ്പെട്ട സുഹറ, ഈ ആന്തോളന്റെ ഈ കേസ് ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ പേഴ്സണൽ ലോയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒരു കാരണവും കൂടാതെ, എനി റീസൺ എഴുതിയിരിക്കുന്നത്, ഒരു കാരണവും കൂടാതെ ഭ്രാന്തനായാലും ആരെങ്കിലും നിർബന്ധിച്ചാലും മദ്യപിച്ചായാലും 3 തലാഖ് ചൊല്ലിയാൽ അത് നിയമപ്രാബല്യത്തിൽ വരുന്നുണ്ട്, അത് സാധുവാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മുത്തലാഖിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഖുർആനിലുള്ള മുത്തലാഖിനെ അല്ല എതിർക്കുന്നത്. ഇതിനു മുമ്പ് ഈ മുത്തലാഖ് പറഞ്ഞാൽ ഇത് തുടങ്ങേണ്ടത്. ഇപ്പോൾ ജെറ്റൂർ ബാലകൃഷ്ണ മാഷ് ഒരു അടിസ്ഥാന ഡിബേറ്റ് ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അത് മതം എന്താണ് എന്നാണ്. ബാലകൃഷ്ണ മാഷ് പറയാൻ ശ്രമിച്ചത് മതം എന്ന് പറയുന്നത് ചില അലൗകിക വിശ്വാസങ്ങളാണ്, അതിന് മനുഷ്യൻ്റെ ഭൗതിക ജീവിതവുമായിട്ട് ബന്ധമില്ല എന്നതാണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള ഖുർആൻ എന്ത് പറയുന്നു എന്നതൊന്നുമല്ല. ഇത് 1980 അമേരിക്കയുടെ സുപ്രീം കോടതി മതത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെ തിരുത്തിക്കൊണ്ട് 1954 ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ വിധിയിൽ മതത്തെ നിർവചിക്കുന്നുണ്ട്. മതം കേവലമായ മൂല്യസംഹിത മാത്രമല്ല, അനുഷ്ഠാനങ്ങളും ആചാര ആഘോഷങ്ങളും പ്രാർത്ഥനാ രീതികളുമെല്ലാം അതിൻ്റെ ഭാഗമാണ്. മതവിശ്വാസികളുടെ മതവിശ്വാസമൊന്നും പിന്നെ ഒരു ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. അവരുടെ ഭൗതിക ജീവിതം മതവുമായി ബന്ധപ്പെട്ടതല്ല. അത് തീർത്തും ദേശീയവും മതേതരവും ഭരണഘടനാപരവുമായ ഒരു വ്യവഹാരമാണ് എന്ന വാദം ഇസ്ലാമിക വിരുദ്ധമാണ് എന്നതല്ല ഞാൻ പറയുന്നത്. അത് 1954 ഇന്ത്യൻ സുപ്രീം കോടതി അമേരിക്കൻ സുപ്രീം കോടതിയുടെ വിധിയെ തിരുത്തിക്കൊണ്ട് നിരാകരിച്ച ഒരു കാഴ്ചപ്പാടാണ് സംഘപരിവാർ ഇവിടെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴും സുഹറ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇരയായി തീരേണ്ടി വരുന്നത് ആ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീ വിഭാഗമാണെങ്കിൽ അവർക്ക് വേണ്ടി യൂണിഫോം സിവിൽ കോഡ് സഹായിക്കുമെന്ന് സുഹറയെ പോലെയുള്ളവർ കരുതുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെ അവരെ മാറ്റാനാകും? സുഹറയുടെ രാഷ്ട്രീയം ബിജെപിയുടെ രാഷ്ട്രീയമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? റൈറ്റ്. അങ്ങനെയാണെങ്കിൽ സുഹറയെ പോലെയുള്ളവരെ എങ്ങനെ നിങ്ങൾ തിരുത്തും? മുത്തലാഖിന് ഇരയുണ്ടെങ്കിൽ ആ ഇര സ്ത്രീ മാത്രമല്ല, പുരുഷനുമാണ്. നേരത്തെ ഇവിടെ ഹുദവി പറഞ്ഞതുപോലെ
പക്ഷേ മുത്തലാഖ് വിഷയത്തിന് പരിഹാരം എന്താണ്? മുത്തലാഖാണ് ഏക സിവിൽ കോഡിനുള്ള ഏക പ്രകോപനം മുത്തലാഖാണെങ്കിൽ അതിന് വേറെ നിരവധി ഏക സിവിൽ കോഡല്ലാത്ത വി പി സൂറ നിലപാട് വ്യക്തമാക്കേണ്ടത് ഇതിന് വി പി സൂറ മുന്നോട്ട് വെക്കുന്ന പരിഹാരം ഏക സിവിൽ കോഡാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണോ എന്നതാണ്. ഇതിൽ ഈ 3 തൊലാഖ് ഒരുമിച്ച് ചൊല്ലിയാൽ മൂന്നും സാധുവായി തീരും എന്നത് മദ്ഹബുകൾ പിന്തുടരുന്ന മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ ഇവിടെ ഹുദബിയൊക്കെ പ്രതിനിധീകരിക്കുന്ന ആ വിഭാഗത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അത് പേഴ്സണൽ ലോ ബോർഡും അതിനെ അംഗീകരിക്കുന്നുണ്ട്. കാരണം അത് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ് എന്ന നിലക്ക്. മറ്റൊന്ന് അത് ഒറ്റൊന്ന് മാത്രമേ നിലവിൽ വരികയുള്ളൂ എന്ന സലഫികൾ അഹ്ലെ ഹദീസ് മുതലായ വിഭാഗത്തിന്റെ ന്യൂനപക്ഷം. പേഴ്സണൽ ലോ ബോർഡ് ഈ വിഷയത്തിൽ പറയുന്നത് ഈ 2 കൂട്ടർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യമുണ്ട്. അത് 3 തലാഖ് ഒരുമിച്ച് ചെല്ലരുത് എന്നതാണ്. അത് മതപരമായി നിഷിദ്ധമാണ്. അപ്പം മതപരമായി നിഷിദ്ധമായിരിക്കെ തന്നെ അത് പ്രാബല്യത്തിൽ വരും. അത് ലോകത്ത് ഒരുപാട് നിയമങ്ങളിൽ അതെന്താണ് എന്റെ സംശയമല്ല. അപ്പം മതപരമായി നിഷിദ്ധമായ ഒരു കാര്യത്തെ എതിർക്കേണ്ടത് ആ മതത്തിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണല്ലോ. സജി, ഞാൻ BJP-യുടെ വക്താവുമല്ല, ഈ മതത്തിന്റെ ആളുമല്ല. അതുകൊണ്ട് തന്നെ എനിക്കിതിനെ കാണേണ്ടത് ചരിത്രപരമായും ഭരണഘടനാപരമായും നിയമപരമായുള്ള സാങ്കത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്റെ ലളിതമായ ഒരു ചോദ്യം, അങ്ങ് നിൽക്കുന്നത് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടാണോ ഇതിനെ വായിക്കുന്നത്, അതല്ല ദേശീയതയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണോ വായിക്കുന്നത്? ഞാൻ നിൽക്കുന്നത് മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടാണ്. കാരണം സ്ത്രീക്കും പുരുഷനും ഒരുപോലെ മാന്യത കൈവരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ അവസ്ഥ. അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിന് ഭരണഘടനാപരമായും ചരിത്രപരമായുമായിട്ടുള്ള പിന്തുണയുണ്ട്. അങ്ങനെയാണെങ്കിൽ സിവിൽ കോഡ് അതിനെ സഹായിക്കുമോ? തീർച്ചയായിട്ടും സഹായിക്കും. എങ്ങനെ? കാരണം ഈ സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഈ മുത്തലാഖില്ലായ്മ എന്നുള്ളത് മാത്രമല്ല, പല ജാതികളിലും പല മതങ്ങളിലും ഇപ്പോൾ തന്നെ അനാചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാലക്രമേണ ഒട്ടനവധി മതങ്ങളിലും ജാതികളിലും നിലനിന്നിരുന്ന ഏകീകൃതമല്ലാത്ത നിയമങ്ങളെ ഏകീകരിച്ചു കൊണ്ടുവരാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. നാം ആദ്യമായി കാണേണ്ട വേറൊരു കാര്യം, ഇന്ത്യയിൽ 1956 സാക്ഷാൽ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഹിന്ദു കോഡാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ നിയമം മുഴുവൻ ഏകീകരിച്ചത്. 4 നിയമങ്ങൾ. പ്രധാനമായി നാം കാണേണ്ടത് വിവാഹമോചനം, ദത്തെടുക്കൽ, സ്വത്തിൻ്റെ ഇൻഹെറിറ്റൻസ്, ഈ 4 കാര്യങ്ങളെ ഇവിടെ തർക്കമുള്ളൂ. ബാക്കി എല്ലാ ഏകദേശം ഒരു 80-90% കാര്യങ്ങളിലും ഇന്ത്യൻ നിയമങ്ങൾ ഏകീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഓരോ മതങ്ങൾക്കും വ്യത്യസ്തമായ നിയമങ്ങൾ നടന്നു വന്നാൽ അതിൽ തന്നെ ഡോമിനൻ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് പുരുഷവർഗം, കൂടുതൽ അതിൽ നിന്ന് മുതലെടുക്കുമെന്നുള്ള കാര്യത്തിൽ നിസ്തർക്കമാണ്. നിലവിലുള്ള പേഴ്സണൽ ലോകളിൽ, വ്യക്തി നിയമങ്ങളിൽ മാറ്റം വന്നാൽ അതിൽ നഷ്ടം വരിക പുരുഷനായിരിക്കും, യാതൊരു സംശയവുമില്ല. എല്ലാ മതങ്ങളിലും എന്തുകൊണ്ടാണ് പേഴ്സണൽ ലോകളിൽ, വ്യക്തി നിയമങ്ങളിൽ മാറ്റം വരുത്താൻ വിവിധ സമുദായങ്ങൾ ആഗ്രഹിക്കാത്തത് എന്ന പ്രസക്തമായ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം പുരുഷാധിപത്യ സമൂഹത്തിന്റെ കോട്ടകൾ തകരുമെന്നുള്ള ഭയമാണോ? ഇടവേളയ്ക്ക് ശേഷം ഞാൻ നമ്മളുടെ പ്രസക്തമായ ഭാഗത്തേക്ക് വരികയാണ്. വ്യക്തി നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമാണ് എന്ന കാഴ്ചപ്പാട് BJP-ക്കുണ്ടോ? വ്യക്തി നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമാണ് എന്നുള്ളത് തീർച്ച തന്നെയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ആ വ്യക്തി നിയമങ്ങൾ ഭരണഘടനാപരമായി സാധുത നൽകണമെന്ന് ഹിന്ദു മഹാസഭ ഭരണഘടനയിൽ അസംബ്ലിയിൽ വാദിച്ചത്? ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഹനിക്കാൻ പാടില്ല. കാലാകാലമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റം വരുത്താൻ നിർബന്ധിതരാവും. ഓരോ കാലഘട്ടത്തിലും ചില വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ പിന്നീട് അത് തിരുത്താറുണ്ട്. കാലഘട്ടത്തിന് അനുകൂലമായ മാറ്റം അനിവാര്യമാണ്. എനിക്ക് സി മുഹമ്മദിന്റെ ഒരു അഭിപ്രായമുണ്ട്. വ്യക്തി നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമാണ് എന്ന വളരെ വളരെ ഈ ചർച്ചയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുപോകുന്ന വളരെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. സുഹറയും നൽകിയിട്ടുണ്ട്, 3 പാനലുകളും നൽകിയിട്ടുണ്ട്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതിനോട്? അത് ഇസ്ലാമിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരമില്ലാത്തത് കൊണ്ടാണ് അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ സാർ, നമുക്ക് സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ട് 3 പോയിന്റുകളിൽ അങ്ങ് ചർച്ച ചുരുക്കിയാൽ നന്നായിരിക്കും. വിവാഹത്തിന്റെ കാര്യത്തിൽ, വിവാഹം മൊഴി ചൊല്ലുന്ന കാര്യത്തിൽ, അഥവാ വിവാഹം പിരിയുന്ന കാര്യത്തിൽ, സ്വത്തിന്റെ കാര്യത്തിൽ, ഇൻഹെറിറ്റൻസിന്റെ കാര്യത്തിൽ, ഈ 3 കാര്യത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ 100% സംരക്ഷിക്കേണ്ട ബാധ്യത പിതാവിനുണ്ട്. അതേപോലെ ഒരു മുസ്ലിം മാതാവിനെ 100% മുഴുവൻ ചെലവുകളും വഹിച്ച് സംരക്ഷിക്കേണ്ട ബാധ്യത മകനുണ്ട്. ഒരു ഭാര്യയെ 100% മുഴുവൻ ചെലവുകളും വഹിച്ച് മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സംരക്ഷിക്കേണ്ട ബാധ്യത ഭർത്താവിനുണ്ട്. ഇങ്ങനെ 100% സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു മതത്തിൽ എങ്ങനെയാണ് ഒരു പുരുഷ കേന്ദ്രീകൃതം എന്ന് പറയാൻ സാധിക്കുക? ഒരു മിനിറ്റ്, സത്യം പറഞ്ഞാൽ ലോകത്ത് 47 രാജ്യങ്ങളുണ്ട്, 50%-ലധികം മുസ്ലിം പോപ്പുലേഷനുള്ള. അതൊക്കെ മുസ്ലിം രാജ്യങ്ങളെന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിൽ ലോകത്ത് ഒരു രാജ്യം പോലും ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം പൂർണ്ണമായി നടപ്പിലാക്കുന്ന രാജ്യമില്ല.
അപ്പൊ ആ രാജ്യങ്ങളിൽ നടക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ ഇസ്ലാം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരെ അത് ഉദ്ധരിക്കാൻ പാടില്ല. അവിടെ ഇസ്ലാം അല്ല നടക്കുന്നത്, ശരീഅത്തല്ല നടക്കുന്നത്. ഇനി മുസ്ലിം സ്ത്രീ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭർത്താവിനോ മക്കൾക്കോ അതല്ലെങ്കിൽ പിതാവിനോ കൊടുക്കേണ്ട ബാധ്യതയില്ല. എത്ര ഭാഗ്യമുള്ള ഒരു രീതിയിലാണ് മനസ്സിലാക്കണം. ഇത് നടപ്പാവുന്നുണ്ടോ? ഇങ്ങനെ 100% സുരക്ഷിതത്വം കൊടുത്തിട്ട് ബോണസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഷബാനു എന്നൊരു വയോവൃദ്ധയ്ക്ക് അഹമ്മദ് ഖാൻ മൊഴി ചൊല്ലിയതിനു ശേഷം പട്ടിണിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ സർ? അല്ല, അത് പാടില്ല. അത് ഇസ്ലാമിക ലോക്കെതിരാണ്. IPC കൊണ്ട് സംഭവിച്ചതാണ്. ഇത് ഒരു മുത്തലാഖിന് ഇരയായ ഒരു സ്ത്രീയാണ് ഞാൻ. വളരെ ചെറുപ്പത്തില് ഒന്നും അറിയാതെ ഒരു മാസം വളരെ ആഘോഷിച്ചിട്ട് ഒരു പുരുഷൻ എന്റെ അടുത്തുനിന്ന് ആഘോഷിച്ചിട്ട് ഗൾഫിൽ പോയി. ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് 3 മൊഴിയും ചൊല്ലി നിന്നെ തലാക്ക് ചൊല്ലി പിരിച്ചിരിക്കുന്നു. 3 പേപ്പർ ഉണ്ടായിരുന്നു. ഒരു പേപ്പർ എന്റെ വീട്ടിൽ വെക്കാനും, ഒന്ന് നമ്മളെ പള്ളി മതിൽ കൊടുക്കാനും, ഒന്ന് നിക്കാഹ് ചെയ്ത കാലിന്റെ അടുത്ത് കൊടുക്കാനും. ഖുർആൻ പറയുന്ന പോലെയല്ല ഇവിടുത്തെ മുസ്ലിം നടപ്പിലാക്കുന്നത്. കാരണം ഇപ്പൊ ഇവര് പറഞ്ഞല്ലോ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെ പോറ്റുന്നതിനെ പറ്റിയിട്ട്. ഇന്ന് മുട്ടായിത്തെരുവിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. ഒന്ന് വന്നു നോക്കണം സാർ, നിങ്ങളിപ്പോലെ ഇങ്ങനെ മതപണ്ഡിതരത്തിൽ ഇരിക്കാതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കണം. എത്ര സ്ത്രീകളാണ് വഴിയാത്തരായിട്ട് ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട 4 മക്കളെയും 2 മക്കളെയും പറ്റി ജോലി ചെയ്യുന്നത്. ഇസ്ലാം നിയമം എന്ന് പറഞ്ഞാൽ കട്ടാ കൈ കൊത്തണം, കൊന്നോനെ കൊല്ലണം. ഈ നിയമമൊക്കെ എവിടെ പോയി? ഇപ്പൊ ഈ സ്ത്രീകളുടെ വിഷയം അതല്ല, സ്ത്രീകളുടെ വിഷയം മാത്രം വരുമ്പോ പുരുഷന്മാർ ഇത് നിങ്ങൾ അടിമത്തം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ സ്വകാര്യതയ്ക്ക് സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഇന്ത്യൻ പീനൽ കോഡ് എന്താ പറയുന്നത്? അതിന്റെ വിവക്ഷ എന്താ? നിങ്ങൾ കൊല്ലരുത്. ഇസ്ലാമിക ശരീഅത്ത് പറഞ്ഞ് നിങ്ങൾ കൊല്ലരുത് എന്നാണ്. ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത് നിങ്ങൾ മോഷ്ടിക്കരുത്. ഇസ്ലാമിക ശരീഅത്ത് പറഞ്ഞ് നിങ്ങൾ മോഷ്ടിക്കരുത് എന്നാണ്. പൂർണ്ണമായി ഇസ്ലാമിക ശരീഅത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരുത്തനെ IPCയിൽ എന്ത് പറയുന്നത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം പൂർണ്ണ മുസ്ലിമായി ജീവിക്കുന്ന ഒരുത്തന് ചെറുപ്പത്തില് എന്നെ ഭർത്താവ് 3 മൊഴിയിൽ ഉപേക്ഷിച്ചിട്ട് അതിന്റെ കാരണം ഇന്ന് വരെ എന്താന്ന് എനിക്ക് അറിയില്ല സുഹൃത്തെ. വന്നാലും മൊഴി ചെല്ലിയാലും നിങ്ങൾക്ക് കള്ള് കുടിച്ച് വന്ന ആളുകൾ മൊഴി ചെല്ലിയവർക്കില്ല, അവർക്ക് നഷ്ടം നിങ്ങൾ പറയുന്നത്. ഇന്നലെ ഈ കള്ള് കുടിച്ച് നടക്കുന്ന ആളുകളും ഭർത്താക്കന്മാർ സ്ത്രീകളെ ഉപേക്ഷിക്കുന്ന പുരുഷന്മാരെ നിങ്ങൾ കാണണോ? അവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തണോ? അങ്ങനെ വസ്തുതയുണ്ട്. ശരീഅത്തിനനുസരിച്ച് നിങ്ങളുടെ പിതാവിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ഈ സ്ത്രീയുടെ എന്താ പേരെന്താ? എന്റെ പേര് സക്കീന. സക്കീനയ്ക്ക് സംഭവിച്ചു പോയ ദുർവിധിയിൽ ആരാണ് കാരണക്കാരൻ? എങ്ങനെയാണ് സക്കീനയ്ക്ക് നീതി ലഭിക്കുക? അതെ, സക്കീനെ നമുക്കൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കാം. നമ്മുടെ മുമ്പിലുള്ളൊരു ജീവിക്കുന്ന ഒരു കേസാണല്ലോ. യെസ്. അപ്പോൾ സക്കീനയുടെ ഭർത്താവ് സക്കീനയെ വളരെ തെറ്റായി അന്യായമായി മൊഴിചൊല്ലി. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള കേസ്. ഇതിനി മതമല്ല, ഏകീകൃത സിവിൽ കോഡ് എന്ത് വന്നാലും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്വീകരിക്കാൻ സന്നദ്ധമാകുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ജീവനാംശം കൊടുക്കണം. അപ്പോൾ അതാണ് 1986 ശരീഅത്ത് നിയമം അനുസരിച്ച് നമ്മൾ ആ ചരിത്രം ഈ ചർച്ചയിൽ വളരെ പ്രസക്തമാണ്. 86 എന്താ അവിടെ സംഭവിച്ചത്? ഷാബാനു ബീഗം കേസിൽ ഷാബാനു ബീഗം എന്ന് പറയുന്ന ബീഹാരിയായ ആ വൃദ്ധയുടെ കാര്യത്തിൽ IPC പ്രകാരം വിധി നടത്തി സുപ്രീം കോടതി. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഏകീകൃത സിവിൽ കോഡാണ്. IPC പ്രകാരമാണ് വിധിച്ചത്. ശരി. പക്ഷേ മുസ്ലിം സമൂഹത്തിൽ നിന്ന് അതിശക്തമായ എതിർപ്പുകൾ ഉണ്ടായി. IPC പ്രകാരം വിധിക്കരുത്, ഇതൊരു മുസ്ലിം പേഴ്സണൽ ലോ വിഷയമാണ്. പ്രത്യേക നിയമമുണ്ടായി. GM ബനാത്ത് ബാല എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധി നിയമം അവതരിപ്പിച്ചു. മുസ്ലിം വനിതാ സംരക്ഷണ നിയമം എന്ന് പറയുന്ന നിയമം അവതരിപ്പിച്ചു. ഇവിടെയുള്ള ഈ സെക്കുലറിസ്റ്റുകൾ VP സൂർ ഉൾപ്പെടെയുള്ള ഇവിടെ ഈ പറയുന്ന എല്ലാ സംഘപരിവാർ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സെക്കുലറിസ്റ്റുകളും മുറവിളി കൂട്ടി ഇത് മുസ്ലിം സ്ത്രീക്ക് എതിരാണ്. എന്താ ഫലത്തിൽ സംഭവിച്ചത്? മുസ്ലിം സ്ത്രീക്ക് IPC പ്രകാരം എന്തായിരുന്നു കിട്ടുക? 500 രൂപ. ബംഗാൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സ്ഥലത്തും മാക്സിമം 500 രൂപ കിട്ടുമായിരുന്നു. അത് ഓരോ കൊല്ലം റിന്യൂ ചെയ്യാനും കോടതിയെ സമീപിക്കണം. എന്നാൽ ഈ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട മുസ്ലിം വനിതാ സംരക്ഷണ നിയമപ്രകാരം എന്ത് സംഭവിച്ചു? ലക്ഷക്കണക്കിന് ഉറുപ്പിക നഷ്ടപരിഹാരം ലഭിക്കും. അപ്പോ ഇവിടെ വലിയൊരു ഞാൻ പറയട്ടെ, മുസ്ലിം സമുദായത്തിലുള്ള ഒരു കുട്ടീനെ എത്ര വളരെ അടുക്കത്തിലും ഒതുക്കത്തിലാണ് സ്ത്രീകൾ വളർത്തുന്നത്. ഈ വളർത്തുന്ന ഒരു കുട്ടി പെട്ടെന്ന് നമ്മളെ ഉപ്പന്റെയും ആങ്ങളന്റെയും നമ്മളെ കാരണവന്മാരെ അമ്മമാരെ കാരണപ്രകാരം നമ്മൾ കല്യാണം കഴിച്ചു വിടുന്നു. വിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറലോകം തന്നെ കാണുന്നത്. ഇത് മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് സിവിലിനെ നിയമിക്കണം, ഏത് കോടതി പോകണമെന്ന് ഞങ്ങൾ പിന്നെ തീരുമാനിക്കുന്നത്.
സക്കീനയുടെ വ്യക്തിപരമായ ഒരു അനുഭവത്തെ നമുക്ക് അതിനോടുള്ള എല്ലാ സഹതാപവും എന്റെ അവരെ സംരക്ഷിക്കാനുള്ള വ്യക്തിപരമായ എല്ലാം എനിക്ക് ചെയ്യും. വേണ്ട. പക്ഷേ അതിനെ ഒരു അല്ല, ഒരു എനിക്ക് ആ- സംശയമില്ല, ഒരു- സിവിൽ. ഒരു- ഒരു- ഒരു വെള്ളത്തിന് സ്റ്റാൻഡ്- വെള്ളത്തിന് സമേന്ദ്രം. ഒരു മിനിറ്റ് വെള്ളത്തിന് സമേന്ദ്രം. ഇത് ഈ സിവിൽ കോഡ് ന്യായമായ ഒരു കാര്യമാണ്. ഈ സിവിൽ കോഡ് ന്യായമായ ഒരു കാര്യമാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ സക്കീനയോട് ഒരു മിനിറ്റ് വേണം. സക്കീനയ്ക്ക് ഈ മൊഴിചൊല്ലലിന് ശേഷം സഹായവുമായി ആരൊക്കെ സമീപിച്ചിരുന്നു? ആരും എന്റെ അടുത്ത് വന്നിട്ടില്ല ഇതുവരെ. എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ സക്കീനോട് ഒറ്റ കാര്യം ചോദിക്കുന്നു. സക്കീനക്ക് ഉണ്ടായ വ്യക്തിപരമായ അനുഭവം എന്തോ ആവട്ടെ, ആ പിന്നെ ഈ വിഷയം ഇതൊരു ഒരു ഒരു ഇത് ഒരു അടിസ്ഥാനപരമായ ഒരുപാട് തൊലാക്ക് പാടില്ല. ഒരു പുരുഷനും ഒരു പെണ്ണിനെയും തൊലാക്ക് ചെല്ലരുത്. ഒരു പെണ്ണും ഒരു പുരുഷനിൽ നിന്നും വിവാഹമോചനം നേടാൻ പാടില്ല എന്നതാണ് സക്കീനയുടെ സ്റ്റാൻഡ്. എന്നതാണോ? എന്നതല്ലല്ലോ. അതായത് വിവാഹമോചനം പാടില്ല എന്നല്ലല്ലോ നിലപാട്. അല്ല, സ്ത്രീയുടെ സമ്മതപ്രകാരം വേണം. സ്ത്രീയുടെ സമ്മതം. സ്ത്രീ അറിയാതെ സ്ത്രീയോട് ചോദിക്കണം കാരണം. അല്ലാതെ സ്ത്രീ അറിയാതെ സ്ത്രീ കാരണമെങ്കിലും അറിയണ്ടേ സർ? അറിയണ്ടേ? നോക്കൂ ശ്രീവേളം, ഈ സക്കീനെ ഒരു മാസത്തെ ലൈംഗികാവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം എന്ന് സക്കീന് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനുശേഷം സക്കീനെ മൊഴി ചൊല്ലുമ്പോൾ സക്കീനയ്ക്ക് അതിന്റെ കാരണം അറിയണ്ടേ? ശരി, ഒരു കേസ് സ്റ്റഡി ആക്കി എടുത്താൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അവരെ കൗൺസിലിംഗ് നടത്താം. എന്നിട്ട് പിന്നെ ഈ ഭർത്താവിന് കൗൺസിലിംഗ് നടത്താം. ഇതെല്ലാം നടത്തിയാലും ആ പുരുഷൻ സക്കീനയെ ഒഴിവാക്കുന്നു എന്ന സ്റ്റാൻഡിൽ ഉറച്ചു നിന്നാൽ ഇസ്ലാമിക നിയമമോ സെക്കുലർ നിയമമോ ഏത് നിയമമായാലും എന്ത് ചെയ്യും? ഇതൊരു എന്ത് ചെയ്യും? മറുപടി പറയേണ്ടത്. നോക്കൂ, സക്കീനയുടെ ആവശ്യം എന്താണെന്നാണ് VP സുഹറ മനസ്സിലാക്കുന്നത്? ഇതേപോലെയുള്ള ഒരുപാട് സക്കീനമാരുടെ ആവശ്യമാണോ യൂണിഫോം സിവിൽ കോഡ്? ഒരുപാട് സക്കീനമാരുടെ ആവശ്യമാണ്. അത് തന്നെയാണ് കാരണം. ഒരുപാട് ഇപ്പൊ പറഞ്ഞ തന്നെ ഷാബാനു കേസിന്റെ കാര്യം പറഞ്ഞല്ലോ. ഷാബാനു കേസിന്റെ വിധി ഖുർആൻ പിന്നെ സുപ്രീം കോടതിക്ക് ഖുർആൻ പറയാൻ പറ്റൂല. അതുപോലെ തന്നെ പിന്നെ മറ്റു കോടതികളിൽ എന്താണ് ഇങ്ങനെ ഖുർആൻ സ്വീകരിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ അന്ന് ബനാത്ത് വാലിയും പാർട്ടിയൊക്കെ നടത്തിയ ശക്തമായ എതിർപ്പിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു ബില്ല് വന്നത്. ആ ബില്ലിന്റെ ന്യൂനതകളെ കുറിച്ച് ഇവർ പറയുന്നില്ല. ബില്ലിന്റെ ന്യൂനതകൾ ഇപ്പൊ ലക്ഷക്കണക്കിന് കിട്ടുന്നെന്ന് പറഞ്ഞല്ലോ. 500 രൂപയുടെ പരിമിതി ഇപ്പൊ എടുത്തു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലും ഇപ്പൊ കിട്ടുന്നില്ല. ഇവര് പറഞ്ഞ് ഒരുമിച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഒരുമിച്ച് കൊടുക്കുന്നത് ഈ യുദ്ധകാലത്തുള്ള പൈസയാണ് കൊടുക്കുന്നത്. അത് മാറൂഫാണ്. നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. നമ്മളുടെയൊക്കെ പരിസരങ്ങൾ 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം ശിക്ഷ എന്ന നിലയിൽ 10 ലക്ഷം രൂപ മത്താവ് കൊടുത്ത അനുഭവം എനിക്കറിയാം. അപ്പൊ ഷാബാനു കേസിന്റെ സ്ത്രീവിരുദ്ധ ബില്ല് വന്നതിന് ശേഷം ഉണ്ടായ എന്താന്ന് പറഞ്ഞാൽ ഇവര് ആ സമയത്ത് മാത്രമുള്ളത് കൊടുക്കണമെന്നാ, 3 മാസത്തിനകമുള്ളത് കൊടുക്കണമെന്നാ. അപ്പൊ ഈ 125 വകുപ്പിൽ 500 അന്നായിരുന്നു ആ കാലഘട്ടത്തിൽ. ഷാബാനു കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് കുറെ കാലമായി. ഇപ്പം പെൺകുട്ടികൾക്കെല്ലാം വിവരം വന്ന് അവരൊക്കെ തന്നെ സ്വന്തം ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിദ്യാഭ്യാസം ആ സമയത്ത് ഇപ്പൊ 125 വകുപ്പ് പ്രകാരം ആ ഒരു സ്ത്രീക്ക് ഇപ്പൊ സക്കീനക്ക് കിട്ടുകയാണെങ്കിൽ അത് മാസം കിട്ടും. അവരുടെ ജീവിതം വരെ അവര് വേറെ കല്യാണം കഴിക്കുന്നവരെ അല്ലെങ്കിൽ അവരുടെ ജീവിതാവസാനം വരെ ഇയാൾക്ക് ഒരു ശിക്ഷ. എനിക്ക് ഇതുവരെ 1 രൂപ പോലും കിട്ടിയിട്ടില്ല. മാത്രമല്ല 1986 ഷാബാനു മുസ്ലിം വിവാഹ സംരക്ഷണ നിയമപ്രകാരമാണോ നിങ്ങളുടെ കേസ് നടന്നത്? നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രാണേശ്വരൻ നമ്മളെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് കുറെ പൈസ ഇട്ടിട്ട് എന്താ കാര്യം? നമ്മളെ ഉപേക്ഷിച്ച് പോവാ. പൈസ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് രണ്ടുപേരിലേക്കും വരേണ്ടോ സജി? വളരെ പ്രസക്തമായ ഒരു കാര്യത്തിലാണ് ഈ സക്കീന് നമ്മുടെ മുമ്പിൽ കേസ് സ്റ്റഡിയാണ്. VP സുഹറ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആളുകൾ എന്ന് മുസ്ലിം ആന്തോളൻ അവകാശപ്പെടുന്നത് പോലെ സ്ത്രീകളും ഇതിനെതിരാണെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് ഇപ്പോൾ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇതെത്രയോ വർഷങ്ങൾക്ക് ശേഷം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ചർച്ച ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന. അതിൻ്റെ അടിസ്ഥാനത്തിൽ BR അംബേദ്കറും രാജേന്ദ്ര പ്രസാദും നെഹ്റുവും കൂടി ചേർന്നുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണിത്. ഇപ്പോൾ അത് BJP അധികാരത്തിൽ വന്നോ ഇപ്പോൾ കോൺഗ്രസ് ആണോ അധികാരത്തിലോ നമുക്ക് മാറ്റി നിർത്താം. നമുക്ക് അങ്ങോട്ട് ആ ചർച്ച ചുരുങ്ങിപ്പോവും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇതിനേക്കാൾ മോശം അവസ്ഥയിലായിരുന്നു ഇന്ത്യയിലെ പിന്നെ ഹിന്ദുക്കളെ, പ്രത്യേകിച്ച് സ്ത്രീകൾ, പോളിഗമി, ബഹുഭാര്യത്വം. ഹിന്ദുക്കൾക്കിടയിൽ വളരെയധികം പിന്നെ ഏറ്റവും അധികം അനാചാരങ്ങൾ ഉണ്ടായിരുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലായിരുന്നു. 1948 ഹിന്ദു കോഡ് എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ വ്യക്തി നിയമങ്ങളെ ഏകീകരിക്കുന്ന നിയമങ്ങൾ ആദ്യമായി ചർച്ചയ്ക്ക് വരുന്നു.
എന്തുകൊണ്ട് 1956 വരെ 8 വർഷം നീണ്ടു നിൽക്കാൻ കാരണം ഒരു സംശയമുണ്ട്. അന്ന് അതിനെ എതിർത്തതാരാണ്? അന്ന് എതിർത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇതിനുവേണ്ടി ശക്തമായി നിലനിന്നത് സാക്ഷാൽ BA അംബേദ്കറും പണ്ഡിറ്റ് നെഹ്റുവും മാത്രമാണ്. എന്നു മാത്രവുമല്ല, നെഹ്റു വളരെ കടുത്ത നിരാശയിലേക്ക് പോയി. കാരണം കോൺഗ്രസിലെ സമുന്നത നേതാക്കന്മാർ തന്നെ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരുന്നതിനെ എതിർത്തു. കാരണം ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നാൽ അന്ന് വടക്കേന്ത്യയിൽ വിശേഷിച്ച് നിലനിൽക്കുന്ന പുരുഷ മേധാവിത്വത്തിനെതിരായിരുന്നു അത്. എന്നിട്ട് BR അംബേദ്കർ രാജ്യഭീഷണി മുടക്കി. ഇതൊക്കെ ചരിത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ രാജിവെച്ച് ഇറങ്ങിപ്പോവുകയാണ്. ആ നിർബന്ധിത സാഹചര്യത്തിലാണ് 1956 ഈ 4 ബില്ല് പാർലമെൻറ്റിൽ വരികയും ദത്തെടുക്കലിലും വിവാഹത്തിലും വിവാഹമോചനത്തിലും തുടർന്നിട്ടുള്ള സ്വത്തുക്കളുടെ കാര്യത്തിലും ഏകീകൃതമായ ഒരു അവസ്ഥ ഹിന്ദുക്കളുടെ ഇടയിൽ വരികയും ചെയ്തു. മറ്റൊരു പറഞ്ഞാൽ സിഖുകാരെ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. സിഖും ജൈനുകളെയും നമ്മൾ കാണുന്നത് ഹൈന്ദവ ഒരു പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് അരുൺ ജെയ്റ്റ്ലിക്ക് ചരിത്രത്തോടൊപ്പം നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അരുൺ ജെയ്റ്റ്ലിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വേളയിലെങ്കിലും ഉണ്ടായി. ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർക്ക് ഇസ്ലാമിക മതത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള സംഭവം ഉള്ളൂ എന്ന് ധരിക്കാതിരിക്കാൻ വേണ്ടി അങ്ങയോട് എനിക്കൊരു ചോദ്യമുള്ളത്, ഈ മനുസ്മൃതി നിലവിലുള്ള കാലത്താണ് 1892 ഏജ് കൺസെന്റ് ബിൽ വന്നപ്പോൾ ബാലഗംഗാധര തിലകൻ ഒരു പെൺകുട്ടിയെ 10 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന നിർബന്ധ ബുദ്ധി കാണിച്ചത്. മനുസ്മൃതിയുള്ള നാട്ടിലാണ് ഹിന്ദു ഫണ്ടമെന്റലിസ്റ്റുകൾ ചൈൽഡ് വിവാഹത്തെ അനുകൂലിച്ചത്. അതിനെ അംഗീകരിക്കാൻ പറ്റുമോ? ആ മനുസ്മൃതി ഇന്ന് ആരും അംഗീകരിക്കുന്നില്ല. പഴയ കാലത്ത് ഒരുപാട് തെറ്റുകൾ ഹിന്ദു മതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് തെറ്റുകൾ അവസാനം 1968 വരെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അവസാനം വരെ നരബലി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ മൃഗബലി ഉണ്ടായിരുന്നു. ഈ മൃഗബലി പോലും അവസാനം നിരോധിച്ചത് 1968 മന്ത്രിസഭയാണ്. അതുവരെ ഒരുപാട് മാറ്റങ്ങൾക്ക് ഹിന്ദുമതം വിധേയമായപ്പോൾ ആരും എതിർത്തിട്ടില്ല. ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം, എതിർത്തുണ്ടെങ്കിലും ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ ഈ രാജ്യത്ത് സാധിച്ചിട്ടുണ്ട്. ആ ഫണ്ടമെന്റലിസ്റ്റുകളുടെ പ്രതിരോധത്തെ തകർക്കാൻ അന്നത്തെ ഭരണകൂടങ്ങൾക്ക് സാധിച്ചു എന്നാണ് ശ്രീ മാസ്റ്ററുടെ വാദം. ഒരർത്ഥത്തിൽ നോക്കിയാൽ അത് ശരിയാണോ? ഇടവേളയ്ക്ക് ശേഷം മതങ്ങളുടേതായ കാഴ്ചപ്പാടുകളിലല്ലാതെ എങ്ങനെയാണ് ഈ വ്യക്തി നിയമങ്ങളെ കാണാൻ ശ്രമിക്കുന്നത്? നിയമങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ തന്നെയും ജീവിതം വളരെയധികം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ മതങ്ങളൊന്നും തന്നെ അംഗീകരിക്കാത്ത ഒരു ജനവിഭാഗമുണ്ട്. അത് ട്രാൻസ്ജെൻഡേഴ്സ് പോലത്തെ ആൾക്കാരാണ്. ഈ എല്ലാ മതങ്ങളും പരിഗണിക്കുന്നത് മെയിൽ ഫീമെയിൽ 2 വിഭാഗങ്ങളെ മാത്രമാണ്. ഇവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഇന്നിപ്പോൾ ഏത് പേഴ്സണൽ ലോ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു സ്ഥാനവും. കാരണം അവർ മെയിലും അല്ല ഫീമെയിലും അല്ല. പക്ഷെ അപ്പോഴും ഈ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് നോക്കിയാൽ ഇവിടെ നടന്ന ഇത്രയും നേരം നടന്ന ചർച്ചയ്ക്കുള്ളിൽ എന്താണ് മനസ്സിലാകുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഈ മതങ്ങൾക്കകത്ത് നിന്ന് ക്രിമിനൽ നിയമങ്ങളെ മാറ്റിയതുപോലെ തന്നെ പേഴ്സണൽ നിയമങ്ങളെ മാറ്റണം. ക്രോഡീകരിച്ചു എന്ന് പറയുന്ന ഹിന്ദു മതത്തിനകത്ത് എന്തുമാത്രം ഡിസ്പാരിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ ശരിക്കും നോക്കേണ്ട ഒരു കാര്യമാണ്. ഹരിയാനയിൽ പോയി നോക്കിയാൽ അറിയാം. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. അതായത് രക്ഷാകർതൃത്വം ഇന്നും പുരുഷനാണ്. മുസ്ലിം നിയമത്തിനകത്ത് മാത്രമല്ല പ്രശ്നങ്ങൾ, അതേസമയം തന്നെ മുസ്ലിം നിയമത്തിനകത്തും പ്രശ്നങ്ങളുണ്ട്. എല്ലാ പേഴ്സണൽ നിയമങ്ങൾക്കകത്തും പ്രശ്നങ്ങളുണ്ട്. അത് സ്ത്രീകൾക്ക് എതിരാണ് എന്നുള്ള ഇടത്തുനിന്ന് വേണം നമ്മൾ ചർച്ച ചെയ്യാനായിട്ട്. അല്ലാതെ ചർച്ച ചെയ്യുന്നിടത്തോളം ഈ അഭിപ്രായം ഉയർത്തുന്ന ഒരു വളരെ പുരോഗമനപരമായ ഒരു ആശയത്തിലേക്ക് മതം എന്തെങ്കിലും നവീകരിച്ചെത്തുമോ സർ? ഈ ട്രാൻസ്ജെൻഡറിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇസ്ലാമിക കൺസെപ്റ്റ് പ്രകാരം പിതാവിനുണ്ട്, മറ്റുള്ളവർക്കുണ്ട്. ഈ ട്രാൻസ്ജെൻഡറിനെ സംരക്ഷിക്കാൻ ഈ വ്യക്തി നിയമങ്ങളിൽ പ്രൊവിഷൻ ഇല്ല എന്ന് പറയുന്നത് അടിസ്ഥാന വിരുദ്ധമാണ്. നീതി കിട്ടാത്തത് ഒരിക്കലും ഇസ്ലാമിക നിയമത്തിന്റെ കുറ്റമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങ് പറഞ്ഞല്ലോ സ്ത്രീയെ സംരക്ഷിക്കാനുള്ള പരിപൂർണമായിട്ടുള്ള രക്ഷാകർതൃത്വം പിതാവിനുണ്ട് എന്ന്. പുരുഷനെയോ? പുരുഷൻ അവൻ അധ്വാനിക്കണം. അവൻ അധ്വാനിച്ച് ജോലി ചെയ്ത് സമ്പാദിച്ചു കൊണ്ടുവരാം. അതവന്റെ ഡ്യൂട്ടിയാണ് ഇസ്ലാമിൽ. സ്ത്രീക്കാണ് സ്ഥാനം കൂടുതൽ പുരുഷനേക്കാളും. അത് ഇവർ മനസ്സിലാക്കാത്തതുകൊണ്ട്, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. 6-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. പിന്നെ ഇനി അത് വിവരമില്ലാത്തത് കൊണ്ടാണ്. കണ്ണടച്ചിരുത്താക്കരുത്. ഒരു കാര്യം പറയട്ടെ, 6-ാം നൂറ്റാണ്ടിലുണ്ടായ നിയമമാണ് ഇസ്ലാമിക നിയമം. അതിനുശേഷം ഉണ്ടായത് ഇസ്ലാമിക നിയമമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ ഒരു സംഗതി പറയാനുള്ളത് 1937 ശരിയത്തോ? ഞാൻ പറയാനുള്ളത് ഇവിടെ മുത്തലാഖിനെ പറ്റി സംസാരിക്കണ്ടായി. 6-ാം നൂറ്റാണ്ടിലുണ്ടായ നിയമമാണ് ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത്. മുസ്ലിം ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് 37 അത് പുതിയ നിയമമായിട്ട് വന്നതല്ല. അത് ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് ആചരിച്ചു വന്നിരുന്നത്. ഇന്ത്യ ലോകം മുഴുവൻ ഇസ്ലാമിക ശരീഅത്ത് ലോകം മുഴുവൻ ഒരേ രീതിയിൽ ആചരിച്ചു വരുന്നതാണ്. അല്ല, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ശരീഅത്ത് 12 രാജ്യങ്ങളില്ല. അത് ലോകം മുഴുവൻ രാഷ്ട്രത്തിന്റെ നിയമമായിട്ട് ആചരിക്കുന്നില്ല, വ്യക്തികൾ ആചരിക്കുന്നുണ്ട്. സിവിൽ ലോ
വ്യക്തി നിയമമായി ഇതിലെ ഞാൻ പറയുന്നത് ഒരു അത് കാര്യം- രാഷ്ട്രത്തിന്റെ സപ്പോർട്ട് ഇല്ല. ഒരു കാര്യം ഞാനതാ കൂടി പറഞ്ഞത്. വി പി സൂറ പറയുന്നതിന് മുമ്പ് അവരോട് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അതെന്ന് വെച്ചാൽ പിന്നെ അവർ സംസാരിക്കുന്നത് ഇസ്ലാമിക നിയമങ്ങൾ അംഗീകരിച്ചിട്ടാണോ അതല്ല വളരെ മതത്തിന്റെ പുറത്തു നിന്നുള്ള സ്പേസിൽ നിന്നിട്ടാണോ? അത് അവരുടെ ഒരു സ്റ്റാൻഡ് ഏതാണെന്ന് വ്യക്തമാക്കിയാൽ ചർച്ചയ്ക്ക് ഒരുപാട് ഞാൻ എളുപ്പമുണ്ടാവും. മതത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് മതത്തിൽ സംസാരിക്കുന്നത്. നിന്നുകൊണ്ടാണെങ്കിൽ- മതത്തിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. പക്ഷേ പക്ഷേ മതത്തിൽ അനീതികൾ ഒരു നിമിഷം. സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും അനീതി നടക്കുമ്പം നമ്മൾ നോക്കി നിൽക്കാൻ പറ്റില്ല. നമ്മുടെ സമുദായത്തിന് നന്നാക്കി എടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതെ, ആ നന്നാക്കലിന് രണ്ട് വഴിയുണ്ട്. ഒന്ന് ഞാൻ അനുവദിക്കും. മതം പഠിക്കണം എന്നിട്ട് നന്നാക്കാൻ വരണം. അല്ല, സി, സി, മതം മുഹമ്മദ് പഠിക്കാതെ നോക്കൂ. നന്നാക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട നമുക്ക് രണ്ട് പ്രിവിലേജ് വി പി സുഹറയ്ക്ക് കൊടുക്കാം. പ്രസക്തമല്ല. രണ്ട് പ്രിവിലേജ് വി പി സുഹറയ്ക്ക് കൊടുക്കാം. ഒന്ന്, വി പി സുഹറ ഒരു സ്ത്രീയാണ്. രണ്ട്, വി പി സുഹറ നമ്മുടെ ഈ പാനലിലെ പ്രായം കൂടിയ ഒരു സ്ത്രീയാണ്. വി പി സുഹറ പറയുന്നത് നമുക്ക് കേൾക്കാം. വി പി സുഹറ, വേളം ചോദിച്ച ചോദ്യം ഇതാണ്: മതത്തിനുള്ളിൽ നോടി മതത്തെ തള്ളിപ്പറയാനാണോ ഈ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? മതത്തിനുള്ളിൽ ഞാൻ ഈ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യം പറയാം. ഒരു വ്യക്തി ജീവിച്ചിരിക്കെ അവരുടെ മകനോ മകളോ മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ട ആളുടെ മക്കൾക്ക് ലഭിക്കേണ്ടുന്ന സ്വത്ത് അവർക്ക് ലഭിക്കുകയില്ല, അവരെ മക്കൾക്ക് ലഭിക്കുകയില്ല. ഈ ഉമ്മയോ ബാപ്പയോ മരിച്ചു പോകുന്നത് അവരെ കുറ്റം കൊണ്ടാണോ? അത് ഏത് നിയമത്തിലുള്ളതാണ്? അവരെ അനാഥരാക്കാൻ, അനാഥർക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാമിനുള്ള പരിഹാരം എന്താണ്? പരിഹാരം പറയാം. അല്ല, അത് അവര് തന്നെ പറഞ്ഞാൽ മതി. പരിഹാരങ്ങൾ പറയാം. ഇസ്ലാമിലുള്ള പരിഹാരം ഉണ്ട്. ഇവിടെ ചർച്ച നിങ്ങൾ ചെയ്യുന്നത് അവസരം തന്നാൽ മതി. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിന്റെ കാര്യങ്ങളല്ല. 3 മതങ്ങളിലും പുരുഷ കേന്ദ്രീകൃതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾ പലപ്പോഴും പല ചർച്ചകളിലും മറച്ചു പോകുന്നൊരു കാര്യമുണ്ട്. യൂണിഫോം സിവിൽ കോഡ് കൃത്യമായി നിലനിൽക്കുന്ന ഒരു സ്ഥലം നമ്മുടെ ഇന്ത്യയിലുണ്ട്, ഗോവ. അപ്പം നമ്മൾ ഒരു മതത്തിൻ്റെ ഒരു ചട്ടക്കൂടിൽ നിൽക്കാതെ ചരിത്രപരമായും ഭരണഘടനാപരമായും ഒരു റിപ്പബ്ലിക് എന്ന രീതിയിലാണ് ഈ പ്രശ്നത്തെ കാണേണ്ടത്. ഒരു സെക്യുലർ റിപ്പബ്ലിക് ആണെങ്കിൽ ആ റിപ്പബ്ലിക്കിൽ മതം എന്ന് പറയുന്ന ഒരു സാമൂഹിക ഘടനയെ അല്ലെങ്കിൽ സാമൂഹിക സ്ഥാപനത്തെ നിങ്ങൾക്ക് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. അവഗണിക്കണം എന്ന് പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വാസത്തെ ഹനിക്കുന്ന ഒന്നല്ല. അത് പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഒക്കെ തുല്യമായി കഴിയുന്നത്ര കാണാൻ ശ്രമിക്കുന്ന ഒരു ഏകീകൃത സിവിൽ നിയമ സംവിധാനം മാത്രമാണ്. വിശ്വാസത്തിലേക്ക് അത് കടന്നു കയറുന്നില്ല. വിശ്വാസം എന്ന് പറയുന്നത് തലാഖിയൊല്ലല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരു വിവാഹം മാത്രമല്ല. വിവാഹം എന്ന് പറയുന്നത് ഒട്ടനവധി കാര്യങ്ങൾ കൂടുന്നതാണ് ഈ നിയമ സംവിധാനം പറയുന്നത്. മതമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, മതമെന്ന് പറയുന്നത് വിശ്വാസം മാത്രമല്ല. നേരത്തെ സെക്കീന പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. മുസ്ലിം സ്ത്രീക്ക് പിന്നെ അവർ സമ്പാദിച്ച സ്വത്ത് കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ 86-ലെ ആ നിയമത്തിൽ അതിന് വമ്പിച്ചൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. IPC-യിൽ ഇല്ല. IPC-യിൽ ഒരു സ്ത്രീ വിവാഹമോചിതയായാൽ ഭർത്താവ് നൽകിയതോ സുഹൃത്തുക്കൾ നൽകിയതോ ഭർത്താവിൻ്റെ ബന്ധുക്കൾ നൽകിയതോ ആയ ഭർത്താവിൻ്റെ കസ്റ്റഡിയിലുള്ള ഒരു പാരിതോഷികവും ആ സ്ത്രീക്ക് തിരിച്ചു കിട്ടില്ല. 86-ലെ ഗുലാം മുഹമ്മദ് ബലാത്ത് വാല പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് പ്രകാരം ഇത് മുഴുവൻ ഭർത്താവ് തിരിച്ചു കൊടുക്കണം. ആ സ്വർണം തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പണം തിരിച്ചു കൊടുക്കണം. ഇതിൻ്റെ വളരെ പ്രോഗ്രസീവായ, ഇവിടെ സെക്കുലർ എന്ന് പറയപ്പെടുന്ന നിയമത്തെക്കാൾ പ്രോഗ്രസീവായ ശരീഅത്ത് പ്രകാരമുള്ള നിയമമാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമമാണ്. ഖുർആന്റെ അന്തസത്തയാണ്. കാരണം നിങ്ങളൊരു കിംതാർ, ഒരു സ്വർണ്ണ കൂമ്പാരം തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നത് ഖുർആനിന്റെ ടെക്സ്റ്റാണ്. അതാണ് ആ നിയമപ്രകാരം നടപ്പിലാക്കപ്പെട്ടത്. അരുൺ എപ്പോൾ വേണമെങ്കിൽ സെക്കുലർ നിയമം നടപ്പിലാക്കിയാൽ എപ്പോഴും സ്ത്രീക്ക് അനുകൂലമായിരിക്കും, ശരീഅത്ത് നടപ്പിലാക്കിയാൽ എപ്പോഴും സ്ത്രീ വിരുദ്ധമായിരിക്കും എന്നുള്ളത് ഒരു അന്ധവിശ്വാസമാണ്. അത് ഇന്ത്യയിൽ അങ്ങനെ അല്ല എന്ന് പ്രായോഗികമായി 86-ൽ തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്. മറുപടി പറയേണ്ടതുണ്ട്. വെരി ഗുഡ് പോയിന്റ് സ്റ്റേറ്റ്മെന്റ്. അതിൽ നമുക്ക് മറുപടി പറയാം. അതിന് മുമ്പ് സക്കീന, നിങ്ങൾ ഇസ്ലാം നിയമം പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സക്കീന ജീവിച്ചിരുന്നു. ഇത് ഒരുപാട് എവിടെയായിരുന്നു ഇസ്ലാം ഒക്കെ? ഇസ്ലാം നിയമത്തിലല്ലേ പോയി പറഞ്ഞ എന്നെ പോയി ചെല്ലിയെന്ന്. സക്കീന മറുപടി പറയേണ്ടത് പ്രശ്നം കോമൺ സിവിൽ കോഡ് ഉണ്ടാക്കിയാൽ എങ്ങനെയാ പരിഹരിക്കപ്പെടുക? അല്ല, ഇത് ഒരു സക്കീനയുടെ പ്രശ്നമല്ല. ഒരുപാട് സക്കീനമാർ ഇത് കാണുന്നുണ്ട്, കണ്ണീർ വർക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ മുതലെടുക്കാൻ തീർച്ചയായിട്ടും ഇവർ ഒന്നിച്ചു വരും, അത് ഉറപ്പാണ്. കോമൺ സിവിൽ കോഡിനുണ്ടായ അനുഭവം മറ്റൊരു സ്ത്രീക്ക് ഉണ്ടാകാതിരിക്കാൻ എങ്ങനെയാ പരിഹാരം ഉണ്ടാകുക? ഏത് നിയമവും മിസ്യൂസ് ചെയ്യാം. ലോകത്തെ ഏത് നിയമത്തെയും മിസ്യൂസ് ചെയ്യാം. സക്കീനയ്ക്ക് സംഭവിച്ചു പോയ നീതി നിഷേധത്തോട് സക്കീന ആരോടാണ് പരാതിപ്പെടേണ്ടത്?
നിയമവും അത് സെക്കുലർ നിയമമാവട്ടെ, ശരീഅത്ത് സെക്കുലർ നിയമമാവട്ടെ, നിയമത്തിൽ പരാതിപ്പെടാനുള്ള ഇടമുണ്ട്. ഏതെങ്കിലും ഒരു പുരുഷൻ സെക്കുലർ നിയമത്തിൽ ഇവിടെ പരാതിപ്പെടാനുള്ള ഇടമുണ്ട്. കോടതിയിൽ കോടതിയിൽ പരാതിപ്പെടാം. കയറുന്ന വിവാഹം അവരനുഭവിച്ച പ്രശ്നങ്ങൾക്ക് കോടതിയിൽ മൊഴി ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒന്ന് മത്തായ ലഭിക്കും. അല്ല, ആ മത്തായ ലഭിക്കാൻ അതല്ല, കോടതിയെ അതല്ല. സമീപിക്കാം. കാരണം ഇവിടെ 86-ലെ മുസ്ലിം വനിത സ്ത്രീകളെ കേസ് വരുന്നുള്ളൂ. ഒരു സ്ത്രീയാണ് ഒരു മൊഴി ചൊല്ലി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നത്, ഒരു പുരുഷൻ കൊടുക്കുന്നില്ല. കാരണം അവർക്ക് അതിൽ കൂടുതൽ സ്ത്രീധനം പൊന്നും കിട്ടും. അതുകൊണ്ടാണ് സ്ത്രീകൾ അതിൽ കൂടുതൽ കൊടുക്കാനും തയ്യാറാവണം. നിങ്ങളൊന്ന് കോടതിയിൽ പോയി നോക്കൂ. ഹിന്ദു സമൂഹം സ്ത്രീധനം കൊടുക്കുന്നില്ലേ? ക്രിസ്ത്യൻ സമൂഹം കൊടുക്കുന്നില്ലേ? അത് നാട്ടിലാചാരമാണ്. അത് ഇസ്ലാമിന്റെ ലേബിൾ എങ്ങനെ വെച്ച് കിട്ടുക? മുഹമ്മദ്, നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകും മുമ്പ് നമ്മൾ സ്ത്രീധനത്തിൽ മാത്രം നിൽക്കാത്തത് കൊണ്ടും ഇതിന് മറ്റൊരു തലം കൂടിയില്ലേ? ഒരു ഭാഗത്ത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഏകീകരിക്കപ്പെടുകയും മറുഭാഗത്ത് വ്യക്തി നിയമങ്ങൾ ഏകീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് വൈരുദ്ധ്യമാണെന്നൊരു ആരോപണമുണ്ട്. അത് ശരിയാണോ? മുഹമ്മദ്, ഇന്ത്യൻ പീനൽ കോഡ് ഇവിടെ ഉള്ളത് കൊണ്ട് ഒരാൾക്ക് പൂർണ്ണ മുസ്ലിമായി ജീവിക്കുന്നതിന് തടസ്സമല്ല. ഇവിടെ ഇസ്ലാം പറയുന്ന അതേ നിയമാവലി തന്നെയാണ് പീനൽ കോഡ്. നിങ്ങൾ ഒരാളെ കൊല്ലരുത്. അപ്പൊ പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ ഇവിടെ പീനൽ കോഡിൽ എന്ത് പറഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സിവിൽ കോഡിലേക്ക് കടന്നു കയറുമ്പോ ഇസ്ലാമികപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള വ്യക്തി നിയമങ്ങൾക്കാണ് കോട്ടം തട്ടുന്നത്. പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സിവിൽ കോഡിലേക്ക് കടന്നു കയറാൻ നമ്മൾ സമ്മതിക്കാത്തത്. എന്റെ ഒരു സംശയം ഇതാണ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ IPC പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് ഖുറാനുകളും ഖാദിസുകളും ഒക്കെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ മുസ്ലിമാന് സാധിക്കുക? ഉദാഹരണത്തിന് ശിക്ഷാവിധികൾ, മതത്തിൽ പറയുന്ന ശിക്ഷാവിധികളും IPCയും തമ്മിൽ ചേർന്ന് പോകുന്നുണ്ടോ? മതത്തിൽ പറയുന്ന ശിക്ഷാവിധികള് അതിലേക്ക് ഒരു മുസ്ലിം പോകേണ്ട ആവശ്യമില്ല. അതെന്തുകൊണ്ടാണ്? അതായത് ഒരു മുസ്ലിം കുടുംബ ബന്ധത്തിലും പോകണ്ടല്ലോ. അതല്ല, എന്താണ് സർ? ഖുർആൻ പറയുന്ന രീതിയിൽ, ഇസ്ലാം പറയുന്ന രീതിയിൽ ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ IPSൽ എന്ത് പറഞ്ഞു ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവന് കളവ് നടത്തില്ല, അവന് മോശം നടത്തില്ല, ഇസ്ലാമിലെ ക്രിമിനൽ പ്രൊസീജിയറുകളുടെ ഒരു അനിവാര്യമായ ഷർത്തുന്നൊരു ഉപാധിയാണ്. അത് ഇസ്ലാമികമായൊരു ഭരണകൂടം മാത്രമേ നടപ്പിലാക്കേണ്ടതുള്ളൂ. വ്യക്തികളോ സിവിൽ സൊസൈറ്റി സ്ഥാപനങ്ങളോ ക്രിമിനൽ പ്രൊസീജിയർ നടപ്പിലാക്കരുത്. സിവിൽ നിയമങ്ങൾ വ്യക്തി പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഈ പ്രാക്ടീസ് ചെയ്യുന്നതിൽ സ്റ്റേറ്റ് വന്ന് ഇടപെട്ട് പ്രശ്നമുണ്ടാക്കരുത് എന്നാണ് നമ്മൾ മുസ്ലിം സമൂഹം പറയുന്നത്. മതവിശ്വാസിയായ ഒരാൾക്ക്, മതവിശ്വാസിയായെന്ന് പ്രത്യേകം പറയാണ്, അതിനോട് രണ്ട് വശമുണ്ട്. ഒന്ന് ദൈവികമായിരിക്കുന്ന കാര്യങ്ങൾ, മറ്റൊന്ന് ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ. ഈശ്വര വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഒരു വശമേ ഉള്ളൂ, ഭൗതികമായ കാര്യം മാത്രം. അപ്പോൾ ഈശ്വര വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈശ്വരീയ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. കാരണം വ്യത്യസ്ത മതങ്ങൾ വ്യത്യസ്ത വിശ്വാസ രീതിയിലാണ് പോകുന്നത്. ശബരിമലയിൽ പറയുന്ന സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നാ. എൻ്റെ അമ്മയെയും എൻ്റെ ഭാര്യയെയും ഞാൻ ശബരിമല കൊണ്ടുപോയിട്ടുണ്ട്. സ്ത്രീക്ക് അവിടെ സ്ത്രീയെ നിരോധിക്കപ്പെട്ടിട്ടില്ല. ഋതുമതിയായ സ്ത്രീക്ക് ശബരിമലയിൽ പ്രവേശനം നിഷേധിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിച്ചാൽ അത് മതവിശ്വാസത്തിലുള്ള കടന്നുകയറ്റവും യൂണിഫോം സിവിൽ കോഡിൽ ശരീഅത്തിനെ കുറിച്ച് ശരീഅത്തിനെ കുറിച്ച് മാറ്റം വരുത്തരുതെന്ന് പറഞ്ഞാൽ അത് മതവിരോധമല്ലാതാവുന്നതും എങ്ങനെയാണ്? അല്ല, ശരീഅത്തിനെ സംബന്ധിച്ചിട്ട് വിശ്വാസത്തെ സംബന്ധിച്ച് മാറ്റം വരുത്തരുതെന്നാണ് പറയുന്നത്. ഈശ്വര വിശ്വാസത്തെ സംബന്ധിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ, അവന്റെ ഭൗതികമായ കാര്യങ്ങൾ, ഇപ്പൊ സ്വത്തവകാശം, വിവാഹമോചനം, ദത്തെടുക്കൽ, ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയേണ്ടത് ആ മതമാണ്. ഹിന്ദു മതം അങ്ങനെയായിരിക്കാം, ഭൗതിക കാര്യങ്ങൾ, ഈശ്വരീയമായ കാര്യങ്ങൾ മാത്രമല്ല, ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല, ഭൗതികമായ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതിനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. VP സുഹറ എന്ന സ്ത്രീ, സക്കീന എന്ന സ്ത്രീ, ഷബാനു എന്ന സ്ത്രീ, അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം അത് VP സുഹറയ്ക്കില്ലേ? അതെ, ഞാൻ പറയുന്നത് ഇവിടെ ഒരു കോമൺ സംസാരിച്ചോളൂ മാം. ഇനി ഭരണഘടന, ഒരു രാഷ്ട്രത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ രാഷ്ട്രത്തിന്റെ ഭരണഘടന നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഈ ഏകീകൃത സിവിൽ കോഡ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക എന്ന് പറയുമ്പം ഇത് ഏതോ മതങ്ങളെ മാറ്റി നിർത്താനാണ്, അല്ലെങ്കിൽ മതാചാരങ്ങളെ മാറ്റി നിർത്താനാണ് എന്നുള്ള തെറ്റിദ്ധാരണപരമാണ് ഇതിന്. അപ്പോൾ അതിന് നമുക്കിപ്പം തന്നൊരു ക്വസ്റ്റ്യനെയർ നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതിൽ എന്താണ് എന്നുള്ളത്. ഞങ്ങളും അതാണ് ആലോചിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡ് എന്തായിരിക്കണം? ഇന്ന് നിലനിൽക്കുന്ന BJPയുടെ അധികാരത്തിൽ വന്നതിന് ശേഷം ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ദളിതർക്കെതിരെയുമുള്ള നിരന്തരമായ ആക്രമണങ്ങളും മറ്റും കാണുമ്പോൾ നമുക്ക് ഭയമുണ്ട് ശരിക്കും ഈ ഏകീകൃത സിവിൽ കോഡ് എന്തായിരിക്കുമെന്ന്. പക്ഷേ നിയമ കമ്മീഷൻ കൊടുത്ത ക്വസ്റ്റ്യനെയർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ലിംഗസമത്വം ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന്. ഏകീകൃത സിവിൽ കോഡ് എന്ന ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇരുവരെയും പ്രേക്ഷകർ മനസ്സിലാക്കാതെ പോയൊരു കാര്യമുണ്ട്. എന്താണ് സാർ ഈ ഏകീകൃത സിവിൽ കോഡിന്റെ മാതൃക? ഒരെണ്ണമുണ്ടോ കണ്ടെടുക്കാൻ? ഇടവേളയ്ക്ക് ശേഷം. ഏകീകൃത സിവിൽ കോഡിന് ബദലുകൾ നിശ്ചയിക്കാതെ
നിങ്ങൾ എങ്ങനെ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് ചർച്ച ചെയ്യും? മാസ്റ്റർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. നിലവിൽ BJPയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഈ ഏകീകൃത സിവിൽ കോഡും ആർട്ടിക്കിൾ 370 അഥവാ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക സ്റ്റാറ്റസ് റദ്ദു ചെയ്യുന്നതും. ഇത് രണ്ടിൽ ഒരെണ്ണം നടപ്പാക്കാൻ പോകുന്നു. ആ ലോ കമ്മീഷനിൽ അംഗമായിരിക്കുന്നതാവട്ടെ സ്വാഭാവികമായും ഗുൽബർഗ കേസിൽ പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വക്കീലാണ്. ഈ ലോ കമ്മീഷനിൽ വന്നിരിക്കുന്നത് അദ്വാനിയെ ബാബറി മസ്ജിദ് കേസിൽ രക്ഷിച്ച മറ്റൊരു വക്കീലാണ്. ലോ കമ്മീഷനിൽ RSSകാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കെ ആ ലോ കമ്മീഷൻ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞൊരു ആശയം മുന്നിലേക്ക് വിടുമ്പോൾ അത് BJPയുടെ മാനിഫെസ്റ്റോയിലെ പ്രധാനപ്പെട്ട അജണ്ടയായിരിക്കെ എങ്ങനെ വിശ്വസിക്കണം ഞങ്ങൾ ഇത് ഒരു ലിംഗ സമത്വത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണെന്ന്? അല്ല, അത് പറയുന്നത് ശരിയല്ല. കാരണം ഇത് RSSോ RSSന്റെ വക്കീൽമാരോ അല്ല ഇത് ഫൈനലൈസ് ചെയ്യുന്നത്. നേരത്തെ സുഹ്റാ ബീഗം പറഞ്ഞ രീതിയിൽ ഇതിന് ലോ കമ്മീഷൻ ഒരു ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ അവർ സൂചിപ്പിച്ചു, എനിക്ക് ആദ്യം ഭയം ഉണ്ടായിരുന്നു. RSS BJP ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഒരു ചോദ്യാവലി വന്നുകൊണ്ട് നടപ്പിലാക്കുമ്പോൾ എനിക്ക് ഭയമുണ്ടായിരുന്നു. പിന്നീട് ചോദ്യാവലി കണ്ടപ്പോൾ എനിക്ക് ആ ഭയം മാറി. കാരണം ആവശ്യമുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും അതിൽ അഭിപ്രായം പറയാം. ഏത് മതക്കാർക്കും ഏത് വിശ്വാസിക്കും തൻ്റേതായ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ആ അഭിപ്രായത്തിൽ നിന്ന് നല്ലത് ക്രോഡീകരിച്ചുകൊണ്ട് എല്ലാവർക്കും യോജിക്കാവുന്ന ഒരു വേദിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ലോ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് പിന്നെ തള്ളിക്കളഞ്ഞത് AMBP മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് തള്ളിക്കളയാൻ? ഒന്നാമത്തെ കാരണം ഇസ്ലാമിക ശരീഅത്തിൽ ഇടപെടാൻ ആരെയും അനുവദിക്കില്ല. രണ്ടാമത്തത് സാറ് പറഞ്ഞ പോലെ തന്നെ ഈ ഗുജറാത്ത് കലാപത്തിനും അതുപോലെ ബാബരി മസ്ജിദ് ധ്വംസനത്തിലും അക്രമികൾക്ക് അനുകൂലമായി നിന്ന വ്യക്തികളാണ് ഈ ലോ കമ്മീഷനുള്ളത്. മൂന്നാമത്തെ കാരണം അവർ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ധാരണയില്ല, അവർക്കൊരു വിവരമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവരിറക്കിയ അപ്പീലിൻ്റെ 3, 4, 5 വരികൾ കൊടുത്തിട്ടുള്ള ആർട്ടിക്കിൾ 44 തന്നെ തെറ്റായിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് വായിക്കാൻ ആദ്യം അവർ സമയം കണ്ടെത്തിയിരുന്നു. ഇവിടെ ആർട്ടിക്കിൾ 4 സ്റ്റേറ്റ് ഷാൾ എൻഡെവർ ടു പ്രൊവൈഡ് ഫോർ എന്നല്ല, പ്രൊമോട്ടും അല്ല, ടു സെക്യൂർ എന്നാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ അപ്പീലിൽ തന്നെ തെറ്റായ കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഇവർക്ക് പഠിക്കാനുള്ള സമയമില്ല, ഇവർക്ക് മറ്റു ദുർദ്ദേശങ്ങൾ അതിന്റെ പിന്നിലുള്ളത്. അവർ വിശ്വസിക്കാൻ കൊള്ളില്ല, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരീരത്തിൽ കൈകടത്താൻ ഒരാളെയും അനുവദിക്കുന്ന സൈറ ബാനു എന്ന് പറയുന്ന ഒരു പെണ്ണിന് തപാലിലൂടെ ലഭിച്ചൊരു തൊലാക്കാണല്ലോ, ട്രിപ്പിൾ തൊലാക്കാണല്ലോ ഇപ്പോഴുള്ള പ്രകോപനത്തിന്റെ പശ്ചാത്തലം. ഈ സൈറ ബാനുവുമായിട്ട് ഒരു നാഷണൽ ഡേയിൽ നടത്തിയ അഭിമുഖത്തിൽ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ മുസ്ലിമും ഭാരത് മാതാ കി ജയ് വിളിക്കണമെന്നാണ് സൈറ ബാനു ആ ഇന്റർവ്യൂവിൽ പറയുന്നത്. ട്രിപ്പിൾ തലാഖും ഭാരത് മാതാ കി ജയ്യും തമ്മിലുള്ള ബന്ധം എന്താണ്? VP സൂറയും സംഘപരിവാറും തമ്മിലുള്ള ബന്ധം എന്താണ്? അവിടെയാണ് ഇതിന്റെ എല്ലാം രാഷ്ട്രീയം ഒന്നാണ്. നിയമ കമ്മീഷൻ ശരിയാണ് എന്ന് VP സൂറ പറയുമ്പോൾ, അത് ശരിയാണെന്ന് ചേറ്റൂർ ബാലകൃഷ്ണ മാഷ് പറയുമ്പോൾ ഇവരുടെ രാഷ്ട്രീയം ഒന്നാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. മുസ്ലിം വ്യക്തി നിയമം ഭേദഗതി ചെയ്യണം, സ്ത്രീകൾക്ക് തുല്യ അവകാശം വേണം എന്നൊക്കെ പറയുമ്പം ഇത് BJPയുടെ അജണ്ടയാണ്, BJPയെ പിന്തുണക്കാനാണ് എന്നുള്ള ഒരു ആക്ഷേപമാണ് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ 20 വർഷമായി നിസ എന്നൊരു സംഘടന രൂപീകരിച്ചിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോഴൊക്കെ ഞാൻ BJPൻ്റെ ആൾ എന്ന രീതിയിലാണ് എന്നെ മുസ്ലിങ്ങൾ കണ്ടുവരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ അർഹതയില്ലേ? ഞങ്ങളുടേതായ അവകാശം എന്റെ ചോദ്യം വളരെ ബേസിക്കലാണ്. മതത്തിനകത്ത് നിന്നുകൊണ്ട് ഖുർആനിന്റെയും അംഗീകൃതമായ ഹദീസ് ടെക്സ്റ്റുകളുടെയും അതൊരു ശ്രമമാണ്. ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണ്? ഖുർആനിലുള്ള നിയമങ്ങളാണോ? നിങ്ങൾ പറഞ്ഞല്ലോ പുരുഷന്മാർക്ക് അധികാരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പുരുഷന്മാർ ഭാര്യനെ മക്കളെ നോക്കണമെന്ന് പറഞ്ഞില്ല. തെരുവിൽ അറിയപ്പെടുന്ന മക്കളാണ്, തെരുവിൽ അറിയപ്പെടുന്ന മക്കളെയും കുട്ടികളെയും നിങ്ങൾ കാണുന്നുണ്ടോ? എന്ത് പറയുമ്പോൾ സംഘപരിവാർ മറ്റേ BJP ഇവിടെ ശരിയായിട്ട് ഒരു രാഷ്ട്രത്തില് അതിന്റെ നിയമം നടപ്പിലാക്കാൻ പറയുമ്പോൾ അത് BJPന്റെ ആളാണ്. ഇവിടെ എന്ത് സംഘപരിവാറിന്റെ ബന്ധം? സ്ത്രീയാണ്. എന്ത് സംഘപരിവാറിന്റെ ബന്ധമുള്ളത്? ഇവിടെ ഒരു മിനിറ്റ് ഞാൻ പോയി കണ്ടതാ. രാജ്യത്ത് നിയമം നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഭരണഘടനയുടെ 3ാം ഭാഗം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇതുവരെ ഒരു കേസിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ അതിന്റെ പ്രിഡോമിനന്റ് ആയിട്ട് അല്ലാതെ നിന്നിട്ടില്ല. ചമ്പകം ദുരൈരാജൻ കേസ് മുതൽ മിനർവ മിൽസ് കേസ് വരെ അതേപോലെ തന്നെ നിന്നിട്ടുള്ളൂ. ഇവിടെ
ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള മതേതരത്വവും മതനിരപേക്ഷതയും ശരീഅത്ത് നിലനിൽക്കുക എന്ന വാദം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇസ്ലാമിന്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ അതിന് വിടണം, അതിന് തടസ്സം നിൽക്കരുത് എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എല്ലാവരും ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജീവിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സം നിൽക്കരുത്, അതിന് സമ്മതിക്കില്ല. ഇവിടെ ശ്രീമതി വി പി സോറ പറയണ്ടായി, ഞാൻ ഖുറാനും ഹദീസും അനുസരിച്ചുള്ള നിയമത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതാണോ ഇവിടെ നടക്കുന്നത് ചോദിക്കണ്ടേ? എന്നാ പിന്നെ അത് നടപ്പിൽ വരുത്താനല്ലേ ശ്രമിക്കണത്, അല്ലാതെ ഏക സിവിൽ കോഡ്. ഞാൻ മുത്തലാഖിനെതിരാണ്. മുത്തലാഖ് നമുക്ക് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരുന്നോ അല്ലെങ്കിൽ കത്തെഴുതിയോ എന്താക്കി നടത്താം. പക്ഷെ സ്ത്രീ എന്ന് പറഞ്ഞാൽ 3 കോടതിയിൽ പോകണം. 3 കോടതിയിലേക്കാണ് ഒരു പെണ്ണ് പോകുന്നത്. ഈ മുസ്ലിം പേഴ്സണൽ ലോയിൽ നിന്ന് മുത്തലാഖ് ഒഴിവാക്കിയിട്ട് പകരം യഥാർത്ഥ തലാഖ് കൊണ്ടുവരികയാണ് വേണ്ടത്, അല്ലാതെ സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡിന് പകരം മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനെ പരിഷ്കരിച്ചാൽ മതിയോ എന്നതാണ് ചോദ്യം. ഇവിടെ ഒരു മിനിറ്റ് സാറേ, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പരിഷ്കരിച്ചുകൊണ്ട് ഒരു മിനിറ്റ്, ഇവിടെ 3 ബോർഡിന്റെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡല്ല, മുസ്ലിം പേഴ്സണൽ ലോ. മുസ്ലിം പേഴ്സണൽ ലോ അതാണല്ലോ ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. മുസ്ലിം ലോ പിന്നെ മുഹമ്മദൻ ലോ എന്ന് പറഞ്ഞ ആ ലോ ആണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിൽ മാറ്റം വരുത്താൻ വേണ്ടിട്ട് ആ ചോദ്യാവലിയിൽ ഉണ്ടല്ലോ. എന്തുകൊണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം താങ്കൾ ചോദിച്ചത് ശ്രീ മുഹമ്മദിനോടുള്ള ചോദ്യം ഇതാണ്. മുഹമ്മദൻസ് ലോ, മുസ്ലിം പേഴ്സണൽ ആപ്ലിക്കേഷൻ ആക്ട് ഉണ്ടല്ലോ, മുസ്ലിം പേഴ്സണൽ ലോ ആപ്ലിക്കേഷൻ ആക്ട് എന്ന് പറയുന്ന മുഹമ്മദൻസ് ലോ 1937 ഇത് പരിഷ്കരിക്കാൻ വി പി സുഹറ അടക്കമുള്ള സ്ത്രീകൾ ആവശ്യപ്പെട്ടിട്ടും പരിഷ്കരിക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് യൂണിഫോം സിവിൽ കോഡിനെ പിന്തുണയ്ക്കേണ്ടി വരുന്നത്. അതിനു മുമ്പ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ലോകത്ത് ഇന്ത്യയേക്കാൾ ജെൻഡർ ഈക്വാലിറ്റിയുള്ള ജെൻഡർ ജസ്റ്റിസ് ഉള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. അഡ്വാൻസ്ഡായ മുതലാളിത്തവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങൾ. ആ രാജ്യങ്ങളിൽ എവിടെയും എന്തില്ല, യൂണിഫോം സിവിൽ കോഡില്ല. അവിടെയെല്ലാം പേഴ്സണൽ ലോ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അമേരിക്കയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, സിംഗപ്പൂരിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യം നിലനിന്ന രാജ്യങ്ങളിൽ മാത്രമാണ് ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കിയത്. ആ രാജ്യങ്ങളൊന്നും നിലനിന്നിട്ടില്ല, തകർന്ന് തരിപ്പണമായി പോവുകയാണ് ചെയ്തത്. ഇനി അരുൺ, ഇത് പിന്നെ പേഴ്സണൽ ലോ പരിഷ്കരിക്കുന്നതിന് ഇവിടെ ആരും എതിരല്ല. ഇപ്പൊ 3 ത്വലാഖ് ഒരുമിച്ച് ചെല്ലുന്നത് നിഷിദ്ധമാണ്. അതിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്ക്. ഇന്ത്യയിൽ നേരത്തെ ത്വലാഖ് നടന്നിരുന്നത് കാളിമാരുടെ വഴിയിലായിരുന്നു. അത് എത്രത്തോളം പ്രോഗ്രസീവ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ, ആ കാളിമാരുടെ അടുത്ത് വന്നിട്ട് സ്ത്രീകൾക്ക് വിവാഹമോചിതരാകാനുള്ള അവകാശം അന്നത്തെ പീനൽ നിയമത്തിലുണ്ടായിരുന്നു. കാളിമാരുടെ ആ റൈറ്റിനെ ബ്രിട്ടീഷുകാർ എടുത്തു കളയാണ് ചെയ്തത്. അതാണ് ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത്. 3 ത്വലാഖ് ഒരുമിച്ച് ചെല്ലരുത്, ബോധവൽക്കരണം ശക്തമായി നടത്തണം. അതേപോലെ തന്നെ ഈ നിക്കാഹ് നടക്കുന്നത് പള്ളികൾ വഴിയാണ്. ത്വലാഖും പള്ളികൾ വഴി നടക്കണം. ആ ത്വലാഖുകൾ മാത്രമേ മതസ്ഥാപനങ്ങൾ അംഗീകരിക്കുള്ളൂ എന്ന് വന്നാൽ യൂണിഫോം സിവിൽ കോഡ് ഒരു പൊതുജന ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ്. ആ ചർച്ചയെ നിങ്ങൾ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഭയമില്ല എന്നല്ല, ഒരു യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കുന്നതിന് പോലും ഇവിടുത്തെ മതസംഘടനകൾ എതിരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുണ്ടാക്കാം, അത് വേണ്ടവർക്ക് ഫോളോ ചെയ്യാം. ഇപ്പോൾ തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ട്. പക്ഷേ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന് മേൽ സ്റ്റേറ്റിന്റെ അധികാരം ഉപയോഗിച്ചിട്ട് മതവിരുദ്ധമായ കാര്യങ്ങൾ നടപ്പിലാക്കരുത് എന്ന് മാത്രമാണ് മതസമൂഹം പറയുന്നത്. ഇന്ത്യയിലെ ഇന്ത്യൻ പൗരത്വമുള്ള എല്ലാ ആളുകൾക്കും നിയമത്തിന് മുന്നിൽ തുല്യത എന്നുള്ളൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു അവകാശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിപ്പം അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂണിഫോം സിവിൽ കോഡ് എന്നുള്ള ഒരു സംഗതി ഇല്ല, അത് ഉണ്ടായിട്ടില്ല. ആ യൂണിഫോം ആക്കണോ, ഓപ്ഷണലായിട്ട് നിലനിർത്തണോ, എല്ലാവർക്കും ബാധകമാക്കണോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു സന്ദർഭം അത് ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു കാര്യം ഇതിപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ വേണമെങ്കിൽ അതിനെ മാറ്റി നിർത്താൻ പറ്റും. അതായത് ഇത് പിന്നെ ഞങ്ങളുടെ ഇതിന് ഒഴിച്ച് ബാക്കി എന്തോ ആയിക്കോളൂ, പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ഇത് ഇടപെടണ്ട എന്നുള്ളൊരു രീതിയിൽ, മറിച്ച് ഇത് മുഴുവൻ കൺസിഡർ ചെയ്യാനുള്ളൊരു ഒരു സമയമായിട്ട്. അതേപോലെ തന്നെയാണ് ഇപ്പം പല പേഴ്സണൽ നിയമങ്ങളിലും പല പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇസ്ലാം നിയമത്തിൽ കുറേ അധികം കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് വിവാഹം ഒരു കോൺട്രാക്റ്റ് ആണെന്നുള്ളതാണ്. അത്
ഹിന്ദു നിയമത്തിൽ അങ്ങനെയല്ല. ഹിന്ദു നിയമത്തിൽ അത് സേക്രമെന്റ് ആണ്. അവരുടെ സംശയം ഇത് ശരീഅത്തിനെ പകരം വയ്ക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് ശരീഅത്ത് രീതിയിലൂടെ ജീവിച്ചു വരുന്നൊരു മതജീവിതമാണ്, മതശൈലിയിലുള്ള ജീവിതമാണ്. ഇവിടെ തന്നെയാണ് നമുക്ക് ശരിക്കും വ്യത്യസ്തമായിട്ട് കാണേണ്ടതും. അതായത് എന്താണ് ഈ കാലഘട്ടം? ഈ കാലഘട്ടത്തിൽ വ്യക്തികളുടെ പൗരത്വമുള്ള ആൾക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മുടെ അവകാശങ്ങളുമായിട്ട് ഇത് ഏറ്റുമുട്ടുന്നുണ്ടോ? അത് ഒരു വിഭാഗം ആൾക്കാരുടെ അവകാശങ്ങളെ ഹനിക്കുന്നുണ്ടോ? ഇത് കൺസിഡർ ചെയ്യാതെ യാതൊരു തരത്തിലും നിവൃത്തിയില്ല. രണ്ട് കാര്യത്തിന് മറുപടി പറയാം. ഒന്ന്, നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് എന്നത് ശരിയാണ്. പക്ഷെ അതൊരു പൊതു നിയമമായിരിക്കെ തന്നെ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഈ തുല്യത എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഭരണഘടന പറയുന്ന തുല്യത എന്ന് പറയുന്നത് ലിംഗം, ജാതി, മതം, പ്രാദേശികം, ഭാഷ ഇതിനൊക്കെ അതീതമായിട്ടുള്ള വ്യക്തിയാധിഷ്ഠിതമായ തുല്യതയാണ്. അത് കാലദേശങ്ങൾക്കപ്പുറമാണ്, ജാതി മതങ്ങൾക്കപ്പുറമാണ്. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ നമ്മളെല്ലാവരും ഏകീകൃത സിവിൽ കോഡ്, വിവാഹമോചനത്തിലേക്ക് ഏതോ രീതിയിൽ ഒതുങ്ങിപ്പോയി ആ ചർച്ച. അങ്ങനെയാണെങ്കിൽ തന്നെ അതിൽ നിന്നുകൊണ്ട് ചോദ്യം ചോദിക്കുകയാണ്. ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ജൈനനായിക്കോട്ടെ, സിഖ് ആയിക്കോട്ടെ, ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു ഭർത്താവിന് വിവാഹമോചനം ചെയ്യണമെങ്കിൽ അത് നീതിന്യായ കോടതിയിൽ പോയിട്ട് എൻ്റെ ഭാര്യ എൻ്റെ ഇന്ന കാരണങ്ങളാൽ എനിക്ക് വിവാഹമോചനം തരണം എന്നുള്ളൊരു ഹർജി കൊടുക്കുന്ന അവസ്ഥ. മറിച്ച് ഒരു ഭാര്യയ്ക്ക് ജാതിമത ഭേദമന്യേ സെക്കുലറായൊരു കോടതിയുടെ മുന്നിൽ പോയിട്ട് ഇന്ന കാര്യങ്ങളാൽ എനിക്കെൻ്റെ ഭർത്താവിനെ ഒഴിവാക്കി തരണമെന്ന് പറയുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു വിവാഹമോചന സമ്പ്രദായം എല്ലാവർക്കും തുല്യമായി നിലവിൽ വന്നാൽ അതെങ്ങനെയാണ് മതവിശ്വാസത്തെ ബാധിക്കുന്നത്? മറിച്ച് ഒരു മുസ്ലിം സ്ത്രീ തിരിച്ച് അങ്ങോട്ട് തലാഖ് ചൊല്ലിയാൽ എന്തായിരിക്കും ഒരു പുരുഷൻ്റെ അവസ്ഥ? മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ പലതവണ പറയുന്നല്ലോ പുരുഷൻ സ്ത്രീയെ പല ഘട്ടങ്ങളിൽ സംരക്ഷിക്കുന്നു. സംരക്ഷണം ആശ്രിതയല്ലാതെ നമുക്ക് സ്വന്തമായി ജീവിച്ചൂടെ? ഞങ്ങളുടെ വാദം ഇത്രയേ ഉള്ളൂ. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് സ്റ്റേറ്റ് തടസ്സം നിൽക്കരുത്. അതേ ഞങ്ങൾ വാദിക്കുന്നുള്ളൂ. അല്ലാതെ ഇവിടെ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം എല്ലാ കാര്യങ്ങളും നടത്തണമെന്ന് ഞങ്ങൾ വാദിക്കുന്നില്ല. എന്നൊരു സംശയം കൂടി നമുക്ക് ചർച്ചയ്ക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ്. ഈ മുസ്ലിം പേഴ്സണൽ ആപ്ലിക്കേഷൻ ആക്ട് ഉണ്ടല്ലോ, അതിന് ഭേദഗതി ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് ഇസ്ലാമിക ശരീഅത്തിനെതിരായത്. എല്ലാ നിറങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു കോമൺ സിവിൽ കോഡ് സാധ്യമാകുമോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കാം. ഇല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ കളിയാണെങ്കിൽ പിന്മാറണം. ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയമല്ല കോമൺ സിവിൽ കോഡിന്റെ ഭാഗതയും നിശ്ചയിക്കേണ്ടത്. ഷബാനുവിന്റെയും ഷക്കീനയുടെയും BP സുഹറയുടെയും മതവിശ്വാസികളുടെയും അവകാശങ്ങൾ കൂടിയാവണം കണക്കിലെടുക്കേണ്ടത്. വീണ്ടും എത്താം അടുത്ത അധ്യായത്തിൽ. അതുവരെ നന്ദി, നമസ്കാരം.